എന്റെ ഇപ്പോഴും ഒരു പ്രശ്നം ഇതിനകത്തെല്ലാം എന്റെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ യു പ്രൊട്ടക്ട് നമ്മൾ ഗാന്ധിയായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഗാന്ധിയെ പിടിച്ച് ജയിലിൽ ഇടുന്നതിന് നമ്മൾ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത്. നിതിൻ പറഞ്ഞില്ല ടാർഗറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ടാർഗറ്റ് ഉണ്ട്, അതാ മെയിൻ കാരണം. അതുപോലെ നിരപരാധികളെ കൊണ്ട് ഷൂട്ട് ചെയ്യുക. ഒരു ഐസ് ഓഫീസർ ഇന്ന് നടത്തുന്നതെന്ന് വെച്ചാൽ ദേ ആർ ഡൂയിങ് അറൌണ്ട് 1000 അറസ്റ്റ് എ ഡേ ആണ് അവരിപ്പോൾ നടത്തുന്നത്. 800 to 1000, അതായത് ഒരു കൊല്ലം കഴിഞ്ഞ 365,000 അറസ്റ്റ് ആണ് നടത്തുന്നത്. നമുക്ക് മൊത്തം ഉള്ളതെന്ന് വെച്ചാൽ 14 മില്യൺ ഇല്ലീഗൽസ് ആണ് ഇപ്പൊ രാജ്യത്തുള്ളത്. അതായത് നമുക്കൊരു അറസ്റ്റിനെ നിയമപരമായിട്ട് അമേരിക്കയിൽ റീസണബിൾ ഫോഴ്സ് അതിൽ കൂടുതൽ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഉപയോഗിക്കാൻ പറ്റിയല്ല. നിതിൻ പറഞ്ഞല്ലോ അവന്റെ ഗണ്ണുണ്ടായിരുന്നു. അവന്റെ ഗണ്ണല്ലായിരുന്നു, ഗണ്ണ് അവന്റെ കാറിന്റെ അകത്ത് കിടക്കുമായിരുന്നു. ഗണ്ണ് അവന്റെ കയ്യിൽ ഇരുന്നത് ഷൂട്ട് ചെയ്ത് മൊബൈൽ ഫോണിൽ അവന് വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു. അവനൊരു ഐസ് ഏജന്റ് ആണ്, അവനൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. IRSർക്ക് ഇതുപോലെ തന്നെയാണ്, അല്ലെ ഓഡിറ്റേഴ്സ്, ഇവരെല്ലാം ഇത് ചെയ്യുന്നത്. ഇതൊരു ഏകാധിപത്യത്തിലേക്കുള്ള ഒരു പോക്ക് പോലെ. അതായത് ഇവിടെ ഐസിനെ ആണേലും അത് അഴിഞ്ഞാടാൻ വിട്ടേക്കണ ഒരു രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ തെറ്റ് കാണിച്ചാൽ നീതിനെ പോലുള്ള റിപ്പബ്ലിക്കൻസ് അവർ പറയണം, യു ഡിഡ് എ റോങ് തിങ്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. എന്ത് ന്യായത്തിന്റെ പുറത്താണ് പറയുന്നത്? ആൾക്കാർ മരിച്ചു വീഴുന്നത് കണ്ട് നമ്മൾ സുഖിച്ചിരിക്കുന്ന ഒരു പ്രസിഡന്റ് ആണോ നമുക്ക് വേണ്ടത്? ഈ ഐസ് വരുമ്പോ നീ എന്തിനാ ഓടുന്നത്? ഇപ്പം ഹോം ഡിപ്പോയിൽ നമ്മൾ ഐസിന്റെ ഒരു ടീഷർട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ കുറെ പേര് അവിടുന്ന് ഓടും. Why are they running? It's because they know they have broken a law. ഒരു കാര്യം കൂടെ കൂടിയുണ്ട്. 2025 ഏറ്റവും ഡെഡ്ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. 32 പേരാണ് ഐസിന്റെ കസ്റ്റഡിയിൽ മരിച്ചേക്കണത്. 2 പേര് മരിച്ചു, 32 പേര് കസ്റ്റഡിയിൽ. 365,000 അതൊന്നും ഈ നമ്പറാ പറയുന്നത്. ഇത് കൊളാറ്ററൽ ഡാമേജ്. പിന്നെ 14 മില്യൺ നമുക്ക് ഇറക്കി വിടും. ഇതുപോലെ റെക്കോർഡ് ലെവലിൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് ഭരണം നടത്തുന്ന വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അത് ഇതിന്റെ ഈ ചോരക്കളിയുടെ എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ പ്രസിഡന്റ് ആണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. 3.5 ലക്ഷം ആൾക്കാരെ പിടിച്ചതിനകത്ത് 2 പേര് വെടിവെച്ചതിനാണ് നിങ്ങളെല്ലാം ഈ പറയുന്നത് ഇവിടെ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രസി. ആൾക്കാർക്ക് ഒരു വോട്ടല്ലേ ഡെമോക്രസി. താനെന്താ പോണില്ലേ? ഓ, നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചങ്ങ് ഇരുന്നു പോയതാ. എന്ത് പറ്റി? ഡാഡിയോടും മമ്മിയോടും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് നോക്കണം, ബിസിനസ് നോക്കണം, കൃഷി നോക്കണം, അങ്ങനെ 100 കൂട്ടം ന്യായങ്ങളാ പറയുന്നത്. അതിനിടയ്ക്ക് പോയി 25 ഏക്കർ തോട്ടം എഴുതിച്ചു. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അതിന്. രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഈ അമേരിക്ക ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഇതിനൊക്കെ? ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസിയോ? സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണോ, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. ആഹാ, അത് കൊള്ളാമല്ലോ. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നിതിൻ ഈപ്പൻ, CJ ഡാനിയൽ, ജിൻസ്മോൻ സക്കറിയ. എല്ലാവർക്കും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊരു രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഗൗരവതരമായ ചോദ്യം കൂടെയാണ്. കുടിയേറ്റ നയങ്ങൾ, കർശന നടപടികൾ, ഭയവും അനിശ്ചിതത്വവും, ഇവയുടെ നടുവിൽ സാധാരണക്കാരായ മനുഷ്യർ, അത് ലീഗലായിട്ടുള്ളവരാകാം ഇല്ലീഗലായിട്ടുള്ളവരാകാം, തങ്ങളുടെ ജീവനും ഭാവിയും സംരക്ഷിക്കുവാൻ പോരാടുകയാണ്. നിയമത്തിന്റെ പേരിൽ നടക്കുന്ന നടപടികൾ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നുണ്ടോ? ഈ മരണങ്ങളൊക്കെ ഇവിടെ അനിവാര്യമാണോ അതോ ഒഴിവാക്കാമായിരുന്നോ? ഇവിടെ നമ്മൾ ഇതൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരോപണങ്ങളല്ല, ഉത്തരവാദിത്തങ്ങളാണ് നാം ഇവിടെ അന്വേഷിക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല, മനുഷ്യത്വമാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. ഈ മരണങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇന്നിവിടെ ഇതാണ് നാം ചർച്ച ചെയ്യുന്നത്. നിതിൻ, എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത് സംസാരിച്ച് നിർത്തിയെടുത്തെന്നാണ് നമ്മളിപ്പോൾ തുടങ്ങേണ്ടത്. ഇപ്പോൾ എന്താണ് നിതിന് സംസാരിക്കാനുള്ളത്?
ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുന്ന ഇറ്റ്സ് സ്റ്റിൽ സാഡ്. ഏതോ ഒരാളുടെ മകനാണ്, ഏതോ ഒരു അപ്പനും അമ്മയും ഇന്ന് അത് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അതിന്റെ കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ നമ്മൾ നോക്കുമ്പം he's a nurse and he's involved in protest, and there is nothing wrong in protesting. നമ്മുടെ ഒരു അവകാശമാണ് അത്. അമേരിക്കയിൽ നമുക്ക് ഏതൊരു പൗരനുള്ള ഒരു അവകാശമാണ് പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു സെറ്റ് ഓഫ് ഐസ് ഏജൻസ് ഒരാളുടെ പുറകെ ഓടുമായിരുന്നു, ആൻഡ് ദാറ്റ് ഗൈ ലോക്ക്ഡ് ഹിംസെൽഫ് ഇൻ എ ഡോണറ്റ് ഷോപ്പ്. ഇതാണ് ഞാൻ വായിച്ചത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ വായിച്ചുള്ള അറിവാണ്. അപ്പൊ അവിടെ ഉള്ളവർ അത് പൂട്ടി, അതായത് ഇങ്ങേരെ അവിടെ ഐസ് അവിടെ കയറായിരിക്കാൻ അവർ എന്നിട്ട് ബാക്കപ്പ് വിളിക്കുന്നു. അപ്പം ഈ അലക്സ് ആൻഡ് പുള്ളിയുടെ കൂടെ ഉള്ള രണ്ടുപേര് അവരെ പോയി എന്നാ പറയുന്ന ഇംപീഡ് ചെയ്യുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു കുറ്റത്തിലൊരു പെണ്ണിനെയാണ് ഈ ഐസ് ഓഫീസർ നിലത്തോട്ടിട്ടു. ഇങ്ങേരെ അടുത്ത് വന്നപ്പോ ഇങ്ങേരെ സ്പ്രേ ചെയ്യുന്നു. സോ ഇറ്റ് സീംസ് ഹീസ് എ പ്രൊഫഷണൽ പ്രൊട്ടസ്റ്റർ ആണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് പുള്ളി പ്രൊട്ടസ്റ്റിന് പോയിട്ട് പുള്ളിയുടെ 2 റിബ് ഒടിഞ്ഞു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഇത് CNN വന്ന ന്യൂസ് ആണ്. സോ ഐ ഡോണ്ട് നോ, ഇതൊക്കെ നമ്മൾ വായിച്ചുള്ള ഒരു അറിവേ ഉള്ളൂ. നമ്മള് assuming it is correct. സോ ഈ സമയത്ത് അവര് പുള്ളിയെ മാൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് പുള്ളിയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. ആൻഡ് ഹി ഈസ് ലൈസൻസ് ടു ഹോൾഡ് ദ ഗൺ. നമുക്ക് ഗൺസ് വെക്കുന്ന ഇവിടെ ഒരു അവകാശമാണ്. സോ ഹി ക്യാൻ ഹോൾഡ് ദ ഗൺ. കോൾഡ് ഔട്ട് ഗൺ. അതിന്റെ പുറത്ത് പെട്ടെന്ന് വെടിവെക്കുന്നു, പുള്ളി മരിക്കുന്നു. ഓൾമോസ്റ്റ് 10 ഷോട്ട്സ് എടുക്കുന്നു പുള്ളിക്കിട്ട്. ഐ തിങ്ക് 10 ഉണ്ടയോളം പുള്ളിയുടെ പുറത്തും ഇതുമായിട്ട്. സോ ഏതൊരു ഓഫീസർ വിളിച്ചു പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഓഫീസർ ഇത് ഗണ്ണ് മാറ്റി എന്നുള്ളതാണ്. പുള്ളി ഗൺ എടുത്തിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു, പക്ഷെ പുള്ളി അതാണ്ട് ഫോണായിരുന്നു ഹോൾഡ് ചെയ്യുന്നത്. ബട്ട് ഈ കമോഷനകത്ത് പുള്ളിയുടെ ജീവൻ പോയി. ദാറ്റ്സ് എ ബാഡ് തിങ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരാള് അത്രയും ഒരു ചെറുപ്പത്തിൽ മരിച്ചു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാഡ് തിങ്. ബട്ട് എന്റെ ഇപ്പോഴും ഒരു പ്രശ്നം ഇതിനകത്തെല്ലാം എന്റെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ, യു പ്രൊട്ടക്ട്. നമ്മൾ ഗാന്ധിയായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഗാന്ധിയെ പിടിച്ച് ജയിലിൽ ഇടുന്നതിന് നമ്മൾ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പോയി ഒരു ലോ എൻഫോഴ്സ് ചെയ്യാമെന്ന ഒരു ഓഫീസറെ ഏതോ ഒരുത്തനെ പിടിക്കാൻ വന്നു. ദാറ്റ് ഗൈ റാൻ. അതിന്റെ അർത്ഥം അവൻ ഓടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇല്ലീഗൽ ആയിരിക്കും മോസ്റ്റ് ലൈക്ലി. ഒരു ഐസ് ഓഫീസർ ഇന്ന് നടത്തുന്നതെന്ന് വെച്ചാൽ ദേ ആർ ഡൂയിങ് അറൌണ്ട് 1000 അറസ്റ്റ് എ ഡേ ആണ് അവരിപ്പോ നടത്തുന്നത്. 800 to 1000. അതായത് ഒരു കൊല്ലം കഴിഞ്ഞ 365,000 അറസ്റ്റ് ആണ് നടത്തുന്നത്. നമുക്ക് മൊത്തം ഉള്ളതെന്ന് വെച്ചാൽ 14 മില്യൺ ഇല്ലീഗൽസ് ആണ് ഇപ്പൊ രാജ്യത്തുള്ളത്. ഇതിനകത്ത് വൈ ആർ യു ട്രൈങ് ടു ബ്ലോക്ക് ദിസ് ഓർ ഗെറ്റ് ഇൻ ടു ദ ഫേസ്? അതും ഇവർ ഭയങ്കര ഇതൊരു ലോ ലെവൽ ഇൻസർജൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെല്ലാം കൂടെ എവിടുന്നോ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എല്ലായിടത്തും ഈ പ്രൊട്ടസ്റ്റേഴ്സ് എത്തുന്നു. ഇവരുടെ നെയിം പ്ലേറ്റ് എടുത്ത് ഇവരെ ഡോക്സ് ചെയ്യാൻ നോക്കുന്നു. അവരുടെ വീട്ടുകാർക്ക് ത്രെറ്റ് കൊടുക്കുന്നു. സോ ദിസ് ഇസ് ഒരു ലോ ലെവൽ ഇൻസർജൻസിയാണ്. അതിനകത്തൊരു ജീവൻ നഷ്ടം പോയി, വിച്ച് ഇസ് ബാഡ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഒരു നല്ല കാര്യമാണെന്നോ ഒന്നും അല്ല പറയുന്നത്. ബട്ട് we are not there, we are not on the ground. അവർക്കൊരു ത്രെറ്റ് തോന്നിയോ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. how do you gauge that? But my question still remains, why are people trying to stop law enforcement? Why? Because they are saying, അതൊരു പാപം, ഇല്ലീഗൽ അല്ലേ, അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണ്. എന്നാണ് എനിക്ക് പറയാം. ഏതോ ഒരു പാപം, ഒരു എന്നാ പറയുന്ന കൊലയാളിയാണ്, ഒരു പാപം എന്നാ പറയുന്ന കള്ളക്കടത്ത് നടത്തുന്നവനാണ്, അവൻ എവിടോ ജോലി ചെയ്യുന്നു, അവനൊരു കള്ളക്കടത്ത് നടത്തുന്നു, അവനെ നമ്മൾ എന്തിനാ പിടിക്കുന്നത് എന്നുള്ളത്. സോ ലോ ഈസ് ട്രൈങ് ടു ഡു ദെയർ എൻഫോഴ്സ്മെന്റ്. വൈ ആർ യു സ്റ്റോപ്പിംഗ് ഇറ്റ്? ഗോ ടു ദ കോർട്ട്സ്. നമുക്ക് കോർട്ട് ഉണ്ടല്ലോ. ഇതിനെല്ലാം ഇവരെല്ലാം കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം അല്ല. അത് നേരെ ഡിപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. വിതിൻ മെയിൻലാൻഡ് നടക്കുന്ന ഒരു സാധനമാണ്. സോ വൈ ഈസ് ഹി ഡൂയിങ് ദാറ്റ്? അവന്റെ വീട്ടുകാർ അവനോട് പറഞ്ഞെന്ന് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞിട്ട് അവൻ കെയർഫുൾ ആകണം, വിച്ച് മീൻസ് ഹി ഈസ് ഡൂയിങ് സംതിങ് വെരി കെയർലെസ്. ഹി ഈസ് ഹാവിംഗ് എ ഗൺ, ടേക്കിംഗ് എ ഗൺ ടു എ പ്ലേസ്. ഒബ്വിയസ്ലി എവറിബഡി ഈസ് ഫീലിംഗ് ത്രെറ്റൻഡ്. അതിനകത്ത് ഷോട്ട് നടന്നു. Unfortunate, shouldn't have happened. I don't know why he is doing it. There are better ways to protest. ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പല കാര്യങ്ങൾക്ക് ഞാൻ ജീവിതത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ റിസ്കിൽ ഇട്ടുകൊണ്ട് വേറൊരുത്തൻ്റെ ഒരു ഇംപീഡ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തില്ല. കാരണം അവൻ്റെ ജോലി ചെയ്തേ പറ്റുള്ളൂ. വാട്ട് വിൽ ഹീ ഡു? അവനൊരു ഐസ് ഏജന്റ് ആണ്, അവനൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. IRSർക്ക് ഇതുപോലെ തന്നെയാണ്, അല്ലെ ഓഡിറ്റേഴ്സ്, ഇവരെല്ലാം ഇത് ചെയ്യുന്നവരാണ്. ടാർഗറ്റ് ഉണ്ടെന്നുള്ളത് സമ്മതിക്കുന്നുണ്ടല്ലേ? സംശയം എന്താണ്? ടാർഗറ്റ് ഇല്ലേ? നമുക്ക് 14 മില്യൺ ഇല്ലീഗൽസ് ഉണ്ട്. ഒന്നും ലോ ഇല്ലാതിരിക്കുക, എല്ലാവരും കയറി പോരട്ടെ, നമുക്ക് ബോർഡർ ഓപ്പൺ ചെയ്യാം, എല്ലാവരും ഇങ്ങനെ പോന്നോട്ടെ. ലോ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നവൻ അത് തെറ്റാ ചെയ്യുന്നത് നമ്മൾ എന്തിനാ പറയുന്നത് എന്നുള്ളത് എന്റെ ചോദ്യമുള്ളൂ. അല്ലെ ലോ വേണ്ടെന്ന് വെക്കാം. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. നമ്മൾ ലോ വേണ്ട, എല്ലാവരും വന്നോട്ടെ, നമ്മൾ ഓപ്പൺ ബോർഡേഴ്സ് വെക്കാം. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അപ്പൊ നിതിൻ ഇപ്പൊ പറഞ്ഞ ഇവിടെ നിന്ന് ഞാനിപ്പോ CJയുടെ അടുത്തേക്ക് വരുവാണ്. നിതിൻ അത് സമ്മതിച്ചു, ഒരാള് മരണപ്പെട്ടത്, ഒരു ലീഗൽ ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടത് ഇത് ആദ്യത്തെ സംഭവം അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ നമ്മൾ അപലപിക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും തന്നെ അത് നടക്കാൻ പാടില്ലാത്തൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്.
സോ ഇതിങ്ങനെ പാടില്ല എന്ന് പറയുമ്പോഴും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പാടില്ലെന്നല്ല പറഞ്ഞു കേട്ടോ. ഞാൻ പാടില്ലെന്നല്ല പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ലീഗലായിട്ടുള്ള ഒരാൾ യങ് കിഡ് ഡൈഡ് എന്നേ ഞാൻ പറഞ്ഞു. നിതിൻ പറഞ്ഞതിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇതിനൊരു ടാർഗറ്റ് ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെ, അപ്പൊ ഇതിനെ എങ്ങനെയാണ് സിജെയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സിജെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നിതിൻ പറഞ്ഞില്ല ടാർഗറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ടാർഗറ്റ് ഉണ്ട്, അതാ മെയിൻ കാരണം. അതുപോലെ നിരപരാധികളെ കൊണ്ട് ഷൂട്ട് ചെയ്യുക. ടാർഗറ്റിന്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ പണ്ട് എമർജൻസി സമയത്ത് സഞ്ജയ് ഗാന്ധി ഒരു ടാർഗറ്റ് കൊടുന്നു, നസബന്ദി ചെയ്യണമെന്ന്. ഒന്നും കല്യാണം പോലും കഴിക്കാത്ത കൊച്ചു പിള്ളേരെ പിടിച്ചോണ്ട് നസബന്ദി ചെയ്യുന്നു. അവന്റെ ടാർഗറ്റ് തീർക്കാനൊക്കെ ഓരോ മെഡിക്കൽ ഓഫീസേഴ്സിനും ടാർഗറ്റ് എടുത്തേക്കുക. ഇവിടെ പിന്നെ നിതിൻ പറഞ്ഞല്ലോ അവന്റെ ഗണ്ണുണ്ടായിരുന്നു. അവന്റെ ഗണ്ണല്ലായിരുന്നു, അവന്റെ കാറിൻ്റെ അകത്ത് കിടക്കുമായിരുന്നു ഗണ്ണ്. അവന്റെ കയ്യിൽ ഇരുന്നത് ഷൂട്ട് ചെയ്ത് മൊബൈൽ ഫോണിൽ അവന് വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു. അത് അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഒരു പിന്നെ ഇത്ര 5-6 പോലീസുകാരുണ്ടായിരുന്നു, ഐസിന്റെ ഏജൻസ് ഉണ്ടായിരുന്നു. അവൻ ഈ അലക്സ് എന്ന് പറഞ്ഞാൽ മുട്ടുമേ നീക്കുക, ആ കൈ പൊക്കി പിടിച്ച് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് പൊക്കി പിടിച്ചു. അവനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 1 2 7 വെടി വെച്ചത്. അതെന്ത് സത്യം പറഞ്ഞാൽ അത് ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള കൺട്രികളിൽ മാത്രമേ ഇമാതി തോന്നിയവാസം നടക്കത്തുള്ളൂ. ഞാൻ സോറി ടു യൂസിങ് ദാറ്റ് തോന്നിയവാസം. ട്രംപ് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തേക്കോ ഐസിന്. എന്നാൽ ടാർഗറ്റ് ഉണ്ട്. ഐ റിപ്പീറ്റ് യുവർ വേർഡ്, ടാർഗറ്റ്. ആ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാൻ കൊണ്ട് അവന് ഇത് ചെയ്യുക. അവൻ നിരപരാധി, അവനൊന്നുമില്ല. പ്രൊട്ടസ്റ്റ് ചെയ്യുക. എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഡാളസിൽ. അവനോട് ഞാൻ ചോദിച്ചു, അവൻ പറയാം എനിക്ക് പിന്നെ അച്ഛനെയും പിന്നെ എന്നെ എന്താ ഐസുകാർ വെടിവെക്കാത്ത? നീ പ്രൊട്ടസ്റ്റ് ചെയ്യത്തില്ല, നീ വീട്ടിൽ തന്നെ ഇരിക്കും. എത്ര പേർ മരിക്കട്ടെ, നമുക്കെന്ത് ചെയ്യാം. അത് ആ ടെൻഡൻസിയാണ് പൊതുവെ മലയാളികളുടെ ഉള്ളിൽ. അത് ബ്ലൈൻഡ് ആയിട്ടുണ്ടല്ലോ ഈ റിപ്പബ്ലിക്കൻസിനോ ട്രംപിന്റെ. ഞാൻ റിപ്പബ്ലിക്കനെ കുറ്റം പറഞ്ഞില്ല, ഞാൻ ഒറ്റയാളെ മാത്രമേ ട്രംപിന്റെ പോളിസി ഞാൻ കംപ്ലീറ്റ്ലി അഗസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറയുന്നില്ല ഡെമോക്രാറ്റ്സ് എല്ലാം ശരിയാണെന്ന്. ഒബാമ ചെയ്ത് കാണിച്ചാൽ ഒബാമയ്ക്ക് ഞാൻ ഇമെയിൽ അയക്കാറുണ്ട്. ഒബാമയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു ഡ്യൂ പ്രോസസ് കഴിഞ്ഞതിന് ശേഷം. ഇമാതിരി ഉണ്ടല്ലോ ആരെയും കാണിക്കാറില്ല, കാണുന്നവരെല്ലാം വെടിവെച്ച് കൊല്ലുക. ആ റെന്നി ഗുഡ് എന്ന് പറഞ്ഞ ആ സ്ത്രീയെ 10-37 വയസ്സുള്ള സ്ത്രീയാണ്, 3 പിള്ളേരെ തള്ളയാ. അവർ ഇളയ കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഈ സംഭവിക്കുന്നത്. അവർ പറഞ്ഞ അവനെ പിന്നെ ഫോഴ്സിനെ ഉണ്ടല്ലോ വണ്ടി ഇടിച്ചോണ്ടോ കൊല്ലാൻ നോക്കുമായിരുന്നു. ഞാൻ ആ വീഡിയോ നല്ലപോലെ കണ്ടാം. ഇതിന് സൂക്ഷിച്ചു നോക്കാം വീഡിയോ. പോലീസ് ഇരിക്കുന്ന ഡ്രൈവറിന്റെ സൈഡിലാണ് പോലീസുകാർ നിൽക്കുന്നത്. അവളുണ്ടല്ലോ റൈറ്റ് സൈഡിലോട്ട് ടയർ ടേൺ ചെയ്യുന്നതെല്ലാം കാണിക്കാൻ വീഡിയോക്കകത്ത്. അതെടുത്ത് പോവാ. എന്നിട്ട് അവരുടെ വെഡിനെ ഷൂട്ട് ചെയ്യാതെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ പോലീസുകാരൻ. അവനോട് ചോദിച്ചാൽ പറയാം, മിസ്റ്റർ ഡാനിയൽ, വി വർ ട്രെയിൻ ടു ഷൂട്ട് ടു ഡെഡ്. അതാ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നാൽ കാലേ വെടി വെക്കും, അതേ ഉള്ളൂ. ആരെയും അങ്ങനെ കൊല്ലത്തില്ല. ഇവർ ഈസി ആയിട്ട് ഈ അലക്സിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, മറ്റേ സ്ത്രീ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അവർ പോവുകയാണെങ്കിൽ അവർ ടയർ ഷൂട്ട് ചെയ്ത് ടയർ പഞ്ചറാക്കിയിട്ട് പിടിക്കാമായിരുന്നല്ലോ. ഇത് കംപ്ലീറ്റ് ഉണ്ട് ട്രംപിന്റെ പോളിസിയാണ്. ട്രംപ് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുണ്ട് അവർക്ക് കൊടുത്തേക്കുക. നിങ്ങൾ ഇപ്പൊ അവർക്കും തോന്നി അത് ശരിയല്ലെന്ന്. ട്രംപ് പറയുന്നുണ്ട്, വി ഡോണ്ട് വാണ്ട് ടു കിൽ എനിവൺ. അത് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ട്രംപ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാത എവിടെ കാണുന്ന അറിയാമോ? ഈ നവംബറിൽ നടക്കുന്ന ഇലക്ഷനിൽ. ഇപ്പൊ ഒരു നമ്മുടെ വെച്ച് നോക്കുന്ന ഒരു ചെക്ക് ഓഫ് ബാലൻസ് കോൺഗ്രസിനും സുപ്രീം കോർട്ടിനും, ആ 2 ഡിപ്പാർട്ട്മെന്റും ഉണ്ട് ട്രംപിനെ അനുകൂലിച്ചിരിക്കുകയാണ്. ഇത് ഈ നവംബർ വരുന്ന ഇലക്ഷൻ ശേഷം സൂക്ഷിച്ചു നോക്കൂ, ട്രംപിന് വളരെ പരാജയമാകും. കോൺഗ്രസിലും എല്ലാം ഉണ്ടല്ലോ ഭൂരിപക്ഷം ഡെമോക്രാറ്റ്സിന് കിട്ടും. അതുകൊണ്ട് ഒരാൾ തെറ്റ് കാണിച്ചാൽ നീതിനെ പോലുള്ള റിപ്പബ്ലിക്കൻസ് അവർ പറയണം, യു ഡിഡ് എ റോങ് തിങ്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഈവൻ പല റിപ്പബ്ലിക്കൻസും എനിക്കറിയാവുന്നവരുണ്ട്, അവർ അപലപിച്ചു, ഇത് ശരിയല്ല കാണിച്ചത്. ഒരാളുടെ ജീവൻ എടുക്കാൻ വളരെ എളുപ്പമാണ്. അത് കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓക്കെ, അവരെന്താ നിരപരാധികളാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് ഞാനും ഊസ്റ്റിലാണ്, ഞാനും പോയതിനും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. എന്നെ വെടിവെച്ച് കൊല്ലുക. ഇറ്റ്സ് വെരി ബാഡ്. നിതിന്റെ ഭാഗവും സിജെയുടെ ഭാഗവും കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ജിൻസിന് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്ക ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്നത് ഒരു ജനാധിപത്യ രാജ്യമായിട്ടാണ്. ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉന്നതമായ ഒരു ഔന്നത്യം പുലർത്തുന്ന ഒരു രാജ്യമായിട്ടാണ് അമേരിക്ക അറിയപ്പെടുന്നത്. പക്ഷേ ഈ ട്രംപിന്റെ 2ാമത്തെ വരവോടുകൂടി CG പറഞ്ഞതുപോലെ ഇതൊരു ഏകാധിപത്യത്തിലേക്കുള്ള ഒരു പോക്ക് പോലെ, അതായത് ഇവിടെ ഐസിനെ ആണേലും അത് അഴിഞ്ഞാടാൻ വിട്ടേക്കണ ഒരു രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല. കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അത്രമാത്രം ഒരു അംഗീകാരം കൊടുക്കുന്നതാണ്. ട്രംപ് എന്താണ് കാണിക്കുന്നത്? ട്രംപിന്റെ ഈ ചോരക്കളി, ഇത് ചോരക്കളി തന്നെയാണ്. കാരണം ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ കൊടുക്കുന്ന ഓർഡർ കൊടുത്ത് അമിതാധികാരം കൊടുത്ത് ഐസ് എന്ന് പറയുന്ന ഒരു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, അതിനിപ്പോ എക്സ്ട്രാ ആൾക്കാരെ ഈ ഹയർ ചെയ്തിട്ടുണ്ട്, യാതൊരുവിധ ട്രെയിനിങ്ങും കൊടുക്കാതെ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ സ്ട്രീറ്റിലേക്ക് എടുത്തു വിട്ടു ഒരു സിറ്റിസണെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. അത് ഒരു തവണയല്ല, 8-10 തവണ തലയ്ക്ക് വെടിവെച്ച്
മുട്ടിൽ നിൽക്കുന്ന ഇപ്പം അതിന്റെ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് പറയാം. വളരെ ക്രൂരമായിട്ട് കൊല്ലാനായിട്ട് ഒരു ലൈസൻസ് ഇവിടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദി പ്രസിഡന്റ് തന്നെയാണ്. ഈ പ്രസിഡന്റിനെ ഏത് രീതിയിൽ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ജനാധിപത്യം ഇല്ലാത്ത ഒരു രാജ്യത്ത് നടക്കുന്ന അതേ രീതിയിലുള്ള പ്രവർത്തനം ഇത് ഒരാൾ തന്നെയല്ല. ഇതിന് മുന്നേ കൊല്ലപ്പെട്ട ആളും കൊല്ലപ്പെട്ടതും 37 ഇയർ ആയിട്ടുള്ള ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു. ഇതൊരു അമേരിക്കൻ സിറ്റിസൺ, അത് ചുമ്മാ സസ്പീഷ്യസ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻപ് ജനുവരി 7 തീയതി കൊല്ലപ്പെട്ട ഒരാൾ മെക്സിക്കൻ ഒരു സിറ്റിസൺ ആണ്. അയാൾ ഒരുപക്ഷെ ഇല്ലീഗൽ ആയിരിക്കാം. പക്ഷെ ഇല്ലീഗൽ ആണെങ്കിലും അമേരിക്കയിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലോകത്തിന്റെ മുൻപിൽ എത്രമാത്രം മോശമായ ഒരു പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇത് കാരണം ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. ഒരു സിസ്റ്റം, അതായത് ഞാൻ മാത്രം ഭരിക്കുമ്പോൾ അമേരിക്കക്ക് ഈ പറഞ്ഞ പോലെ 100-300 വർഷത്തെ ചരിത്രമുള്ള ഈ രാജ്യത്ത് ഒരു നിയമസംഹിതയോടുകൂടി പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ആ സിസ്റ്റത്തിന്റെ പിഴവിൽ കുറെ ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരിക്കാം, അതിർത്തികൾ തുറന്നിട്ടേക്കാം, അതാത് ഭരണാധികാരികൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും, എല്ലാവരെയും കൈയും കാലും ചങ്ങലക്കിട്ട് കയറ്റി വിടും എന്ന് പറയുന്നത് അതെന്ത് ജനാധിപത്യമാണ്? അങ്ങനെ ഒരു ജനാധിപത്യ ബോധമില്ലാത്ത ഒരു പ്രസിഡന്റാണ് അമേരിക്ക എന്ന് ഭരിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു കാര്യത്തില് പ്രത്യേകിച്ച് പറയാണ്, ഈ അലക്സ് ബ്രൈറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ കൊലപാതകം വളരെ നിഷ്ഠൂരമാണ്. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം കൂടി പ്രസിഡന്റിന്റെ, കാരണം ഒരു വിശ്വാസ്യത ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിട്ട് തീരുന്നതിന്റെ ഒരു പ്രധാന ഒരു ഉദാഹരണം കൂടെ നമുക്ക് പറയാം. ഇപ്പം ഇറാനിൽ ഏതാണ്ട് 20,000-30,000 ഇടയ്ക്ക് ആൾക്കാർ അവിടെ ഈ ഡെഡ് ബോഡി ബാഗിൽ പൊതിഞ്ഞു കെട്ടി റോഡിൽ നിരത്തിയിട്ട് കിടക്കുന്നതുണ്ടായിരുന്നല്ലോ. അവിടുത്തെ ജനങ്ങൾക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക പോലീസ് എന്ന് പറയുന്നു, അമേരിക്കയാണ് ലോകം കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞു. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിവിടെ 911 വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രത്യേകിച്ച് ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫയറിനെ വിളിച്ചാലും പോലീസിനെ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് ആദ്യം കേൾക്കുന്ന വാക്കാണ് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ എത്തും എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ പ്രകോപിപ്പിച്ച് അവിടെ അതുപോലെ ഒരു കലാപം ഉണ്ടാക്കിയിട്ട് കലാപത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടുത്തെ റെജീം വെടിവെച്ച് കൊല്ലുന്നത് അല്ലെങ്കിൽ തലവെട്ടി കൊല്ലുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞ സങ്കടം തോന്നുന്നവര് എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള ഒരു ഓഫർ കൊടുക്കുന്നത്? അങ്ങനെ മറ്റൊരു ആ രാജ്യത്തിനകത്ത് നടക്കുന്ന കലാപത്തിന് തിരികെ കൊടുക്കുകയും അവർക്ക് ഫേക്ക് ഓഫർ കൊടുക്കുകയും അവർ കലാപത്തിന് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. 10,000-കണക്കിന് ആൾക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അത് അങ്ങനെ പറയാനായിട്ട് എന്ത് ന്യായത്തിന്റെ പുറത്താണ് പറയുന്നത്? ആൾക്കാർ മരിച്ചു വീഴുന്നത് കണ്ട് നമ്മൾ സുഖിച്ചിരിക്കുന്ന ഒരു പ്രസിഡന്റാണോ നമുക്ക് വേണ്ടത്? അത് ഈ രാജ്യത്ത്, ഈ ജനാധിപത്യ ഈ രാജ്യത്ത്, അതായത് നമ്മൾ പറയാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ലേ? പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം അടിമകളെ പോലെ പോലീസ് പറയുമ്പം കൈ പൊക്കണം, പോലീസ് പറയുമ്പം കൈ താത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ടവരെ എല്ലാം വീഡിയോ വളരെ കൃത്യമായിട്ട് ഇവരാരും ഗണ്ണെടുത്ത് പോലീസിന് നേരെ തോക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് വെടിവെക്കാം. ആ വെടിവെക്കാനുള്ള അവകാശം അത് ഇപ്പം സിജി പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിതിൻ പറഞ്ഞ പോലെ ഈ പോലീസുകാര് വെടിവെച്ച് കൊല്ലാനാണ് അവർക്ക് കൊടുത്തത്. കാരണം കൊന്നു ചത്തില്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഉത്തരവാദിത്വം വരും. അവൻ ഏതെങ്കിലും കാരണത്ത് ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ജീവിതകാലത്തേക്ക് മുഴുവനുള്ള പൈസ സിറ്റി കൊടുക്കേണ്ട വരും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ട വരും. ആ ഒരു ക്ലെയിം വരും എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവരെ അങ്ങനെ കൊല്ലാൻ പറഞ്ഞേക്കണത്. അതായത് നമുക്കൊരു അറസ്റ്റിനെ നിയമപരമായിട്ട് അമേരിക്കയിൽ റീസണബിൾ ഫോഴ്സ് അതിൽ കൂടുതൽ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഉപയോഗിക്കാൻ പറ്റിയല്ല. ഇത് ഏതൊക്കെ രീതിയിലുള്ള ഒരു അക്രമമാണ് ഈ കാണിക്കുന്നത്? വണ്ടി ഒന്ന് വലിച്ചു അടിക്കുക, റോട്ടിക്കട ഒഴുകുക. ഇപ്പൊ ആ സ്ത്രീയെ തന്നെ ഓടിച്ചു പിടിച്ചെന്ന് പറഞ്ഞു. ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന അദ്ദേഹം ഒരു അക്രമകാരിയാണോ, അദ്ദേഹം ഒരു ക്രിമിനൽ ആണോ? അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ അത് ചിലപ്പോൾ ഒരുപക്ഷെ അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കാം, അവന്റെ ഭാര്യ ആയിരിക്കാം. അങ്ങനെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിൽ കൂടിയും പറയാം, അങ്ങനെ ആ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അയാൾ പോലീസിനെ ആക്രമിച്ചില്ല, അങ്ങനെ ഒരാളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ ഈ ചോരക്കളിക്ക് ഉള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന് തന്നെയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, 2025 ഏറ്റവും ഡെഡ്ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. 32 പേരാണ് ഐസിന്റെ കസ്റ്റഡിയിൽ മരിച്ചേക്കണത്. അത് കസ്റ്റഡി ഡെത്ത് ഉണ്ട്. 32 പേര് 2025 32 പേരാണ്. അത് അവര് പല കാരണങ്ങൾ കൊണ്ടും മരുന്നില്ലാതെയും മെഡിസിൻ ഇല്ലാതെയും സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്തതും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷെ കസ്റ്റഡി ഡെത്ത് 32 പേരാണ് ഐസിന്റെ കസ്റ്റഡി. 3 പേര് ജനുവരിയിൽ മാത്രം വെടിവെച്ച് കൊല്ലപ്പെട്ട 3 പേര്, ഒരു മെക്സിക്കൻ നാഷണലും 2 അമേരിക്കൻ സിറ്റിസണും. അത് കൂടാതെ ഇത്രയും ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ അഴിച്ചുവിട്ട് ഭീതി പരത്തി ഈ രാജ്യത്ത് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ, അതായത് ഒരു സിസ്റ്റത്തിന് നല്ല അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് പോലെ ആ പോലീസുകാർ സാധാരണ ഇവിടെ പോലീസുകാർ കാണിക്കുന്ന പോലെയുള്ള ഒരു പ്രകടനമാണോ ഐസിന്റെ ഓഫീസേഴ്സ് കാണിക്കുന്നത്? അവർക്ക് നിയമപരമായിട്ട് സാധ്യതയില്ല. ഇപ്പൊ സാധ്യതയില്ല. ഓർഡർ കൂടി അവർക്ക് വീടിന്റെ അകത്ത് കയറാനുള്ള അധികാരം കൂടി ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ്
ഓർഡർ അല്ല ഇപ്പൊ കൊടുത്തേക്കണം. അത് കൂടാതെയുള്ള ഇതുകൂടെ അധികാരം കൂടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ അധികാരം കൊടുത്തിട്ട് ഈ അധികാരത്തെ മിസ്യൂസ് ചെയ്യുന്ന ഇപ്പൊ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, ഇവിടെ എങ്ങനെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പോലീസ് ഓഫീസർ, അത് ഫെഡറൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, കൗണ്ടിയുടെ ആയിക്കോട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ലോ എൻഫോഴ്സ്മെന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, മുഖം മാസ്ക് ഇട്ടിട്ട് വരുന്നു. ഇതിന് തീവ്രവാദികളാണ് ഈ വരുന്നത്. നമുക്കിത് ചോദ്യം ചെയ്യാൻ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് അവരെ ആര് അറസ്റ്റ് ചെയ്യുന്നു അത് ചോദിക്കാനുള്ള ഒരു അവകാശമില്ലേ? ആ ഒരു അവകാശമില്ലാത്ത ഇത് ഏത് തരത്തിലുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്? ആ രീതിയിലുള്ള മാസ്ക് വെച്ച് വരുന്ന ഓഫീസേഴ്സ്, ഇതിനാരാണ് അധികാരം കൊടുത്തേക്കണേ? ആ അധികാരം കൊടുത്തത് നമ്മുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ്, ആ ഓർഡറുകളാണ്. കാരണം ഇതുപോലെ റെക്കോർഡ് ലെവലിൽ എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് ഭരണം നടത്തുന്ന വേറൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഈ ചോരക്കളിയുടെ എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ പ്രസിഡന്റ് ആണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ജിൻസ്മോൻ ഇങ്ങനെ കുറച്ചെണ്ണം ചോദിച്ചോണ്ട് ഞാൻ അതിന്റെ കുറച്ച് ഉത്തരങ്ങളൊന്ന് പറയാമെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ജിൻസ്മോന് ഈ പോലീസുകാർ എന്തിനാ മുഖംമൂടി വെച്ചെന്ന് ചോദിക്കുന്നു. ജിൻസ്മോൻ, ഈ പോലീസുകാർ നമ്മളെ പോലെ അല്ലാതെ അവര് സ്വർഗത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല, നമ്മളെ പോലെ ഒരുത്തന്നെ, അവനും ഭാര്യയും മക്കളും ഉള്ളതാണ്. അപ്പൊ ഈ ലെഫ്റ്റ് പ്രൊട്ടസ്റ്റേഴ്സ്, അതായത് ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കമ്മി പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവർ ഈ ഡോക്സിയും ഈ പോലീസുകാരുടെ പേരിടും, അവരുടെ വീട്ടുകാരുടെ പേരിടും, മക്കളുടെ പേരിടും, എന്നിട്ട് ദേ ആർ അണ്ടർ ത്രെറ്റ്. ജിൻസ്മോൻ ഈ ജോലി ചെയ്യുവാന്നിരിക്കട്ടെ, ലെറ്റ്സ് സേ ജിൻസ്മോൻ വേറെ ഒന്നും ചെയ്യുന്ന, ആരെയും പിടിക്കുന്നില്ല, കൂട്ടത്തിൽ ചിലപ്പോൾ എഴുതാൻ പോകുന്ന ഒരു സ്ക്രൈബ് ആയിരിക്കും, അവരുടെ കൂട്ടത്തിൽ സ്ക്രൈബ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പലരുണ്ട്, ഇവർ പലരായിട്ടാണ് പോകുന്നത്. ഇത് മാത്രം തോക്ക് വെച്ചുള്ളവന്മാർ മാത്രമല്ല പോകുന്നത്. ജിൻസ്മോൻ അവിടെ മാസ്ക് വെച്ചിട്ടില്ലെങ്കിൽ ജിൻസ്മോന്റെ വീട്ടിലേക്ക് ഒരു ബോംബ് എറിയുകയോ അല്ലെ കുപ്പി എറിയുകയോ അല്ലെ ത്രെറ്റ്, വീട്ടുകാർക്ക് ത്രെറ്റ്, അതുകൊണ്ടാണ് അവര് മുഖംമൂടി വെക്കുന്നത്, അല്ലാതെ അവർക്ക് പേടിയുള്ളതുകൊണ്ടല്ല. അതിനാണ് മുഖംമൂടി. സോ ദാറ്റ് ഇസ് നോട്ട് എ വെരി വാലിഡ് പോയിന്റ്. 2, പിന്നെ റിനെ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു മൊത്തം ഒരു നമ്പർ നോക്കാം. 365,000 1000 വെച്ച് ഒരു ദിവസം അറസ്റ്റ് ചെയ്ത 365,000 അറസ്റ്റുകളാണ് ഒരു ദിവസം അല്ല ഒരു കൊല്ലം നടക്കുന്നത്. 2 പേരാണ് വെടിവെച്ച് മരിച്ചത്. യു ലുക്ക് അറ്റ് ദി പെർസെന്റേജ്. നമുക്ക് 14 മില്യൺ ആൾക്കാരെ ഇറക്കി വിട്ടേ പറ്റുള്ളൂ, കാരണം ദേ ആർ ഇല്ലീഗൽ. അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് നിതിൻ, അത് സിസ്റ്റം ഫെയിലിയർ ആണ്. അതിനല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ട്രംപിന് ഈ രാജ്യം എഴുതി കൊടുത്തിട്ടുണ്ട്, അയാൾ 2 വർഷം കഴിഞ്ഞ് ഇറങ്ങി പോകണ്ടേ? എൻഡ് ഓഫ് ദി ഡേ ട്രംപ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ആണ്. ഒരു ലോ തെറ്റിച്ചൊരുത്തനുണ്ട്, കോടതി പറഞ്ഞിട്ടുണ്ട് ഒരുത്തൻ ഇല്ലീഗലാണ്, അവനെ വിടാം. അത് ആർക്കാണ് എക്സിക്യൂട്ടീവ് ആണ്. ട്രംപ് ജയിച്ചേക്കുന്ന വോട്ട്, അതായത് എന്റെ വോട്ട്, അതായത് ഇല്ലീഗലിനെ പുറത്ത് വിടാൻ വേണ്ടിയുള്ള വോട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, എന്നെ പോലുള്ളവരാണല്ലോ പുള്ളിക്ക് വോട്ട് ചെയ്തത്. ഞാൻ വോട്ട് ചെയ്തേക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. അപ്പം പുള്ളി അത് ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. എന്തുവാണ്, 2 പേര് മരിച്ചു, 32 പേര് കസ്റ്റഡിയിൽ. 365,000 അതൊന്നും ഈ നമ്പറാ പറയുന്നത്, ഇത് കൊളാറ്ററൽ ഡാമേജ്. പിന്നെ 14 മില്യൺ നമുക്ക് ഇറക്കി വിടുകയും വേണം. പിന്നെ ആ പെണ്ണ് റിനെ ഗുഡ്, അവള് ഒരു കാറിലിരുന്നു, അവളോട് നിർത്താൻ പറഞ്ഞു. അവൾ അവരുടെ പോലീസ് ഓഫീസേഴ്സിന്റെ മൂവ്മെന്റ് ഇംപീഡ് ചെയ്യുമായിരുന്നു. മുന്നിൽ ഒരുത്തൻ നിപ്പുള്ളപ്പോഴാണ് അവൾ ആ കാർ എടുത്തത്. എനിക്ക് നേരത്തെ നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ. നിങ്ങളെ ആരെയും ഞാൻ തടസ്സപ്പെടുത്തിയില്ല. നിങ്ങൾ 2 പേരും സംസാരിച്ചപ്പോൾ ഐ ഡിഡ് നോട്ട് ബ്ലോക്ക് യുവർ ടോക്ക്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. സോ ഷീ ടുക്ക് എ കാർ, മുന്നിൽ ഒരുത്തനുണ്ട്, സൈഡിലൊരുത്തൻ അവനോട് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവള് കാർ മുന്നോട്ട് എടുത്തു. ഇറ്റ് ഈസ് എ ത്രെറ്റ്. ഇറ്റ് ഈസ് മൈ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ്. ആ പോലീസുകാരന്റെ ആ നിമിഷത്തെ ജഡ്ജ്മെന്റ് ആണ്. ആൻഡ് ഹി ഷോട്ട്. നൗ ഇറ്റ് ഈസ് അപ് ടു ദ കോർട്ട് ടു ഡിസൈഡ് അവൻ തെറ്റുകാരനാണോ ഇല്ലയോ എന്നുള്ളത്. 3.5 ലക്ഷം ആൾക്കാരെ പിടിച്ചതിനകത്ത് 2 പേര് വെടിവെച്ചതിനാണ് നിങ്ങളെല്ലാം ഈ പറയുന്നത് ഇവിടെ ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ഡെമോക്രസി. ആൾക്കാർക്ക് ഒരു വോട്ട് CJ, let me explain. I didn't stop you from talking. Be respectful. I was very respectful to you when you talked, right? Am I correct? ശരിയല്ലേ? ഞാൻ ഇടയ്ക്ക് വെച്ച് തടയുവോ ഒന്നും സ്റ്റോപ്പ് നിതിൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സിജെക്ക് സംസാരിക്കും. റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഓരോ പോയിന്റിനും ഞാൻ റെസ്പോണ്ട് ചെയ്യുവാണ്. പിന്നെ റെനെ ഗുഡിന്റെ കാര്യം, ഐ ആം ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ഹി ഷുഡ് ഹാവ് ഷോട്ട്. ചിലപ്പോൾ ഞാൻ ആ സ്ഥാനത്തായിരുന്നു, ഞാനും വെടിവെക്കെ. എന്റെ ലൈഫ് ത്രെറ്റിലുണ്ടെങ്കിൽ ഞാൻ വെടിവെച്ചെന്നിരിക്കും. ദാറ്റ് ഇസ് മൈ ജോബ്. എനിക്ക് എന്റെ ലൈഫ് ആദ്യമേ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ ഐസിന് ഇത് നിയമപരമായിട്ടുള്ള ഒരു സാധനമാണ്. വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അത് 4th Amendment പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിന് അവർക്കത് അതിനകത്തൊന്നും അവർ വീട്ടിലൊന്നും കയറുന്നില്ല. ബട്ട് if you are outside in a public space, if they have probable suspicion that you are an illegal, they can come and ask you, are you? ആ സമയത്ത് നിങ്ങൾ തടഞ്ഞ എന്നാ
തർക്കിച്ചോണ്ടിരിക്കുവാന്നിരിക്കട്ടെ, വെൽ, why are you arguing about it? They can ask further, they can detain you. അത് ഡീറ്റെയിനിങ് നിങ്ങൾ സമ്മതിക്കുന്നില്ല, പിടിച്ചിട്ട് അവർ താഴെ ഇട്ടെന്നിരിക്കും. ദാറ്റ് ഈസ് ദ ലോ. എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അത് ഏതാണ്ട് ഒരു ഡിക്റ്ററ്റോറിയൽ ആണെന്ന് പറയുന്നത്. അവർക്കൊന്നി നിങ്ങളുടെ കയ്യിൽ സാധനമുണ്ട്, നിങ്ങൾ ഇതല്ല എന്റെ അടുത്ത് വന്നാൽ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും ഐ ആം എ ലീഗൽ ദിസ് തിങ്, ഇഫ് യു വാണ്ട് ചെക്ക് ഐ കം ഹോം ഐ ഷോ ഇറ്റ് യു എന്ന് പറയും. അല്ല ഞാൻ അവിടെ ഇരുന്ന് എന്റെ റൈറ്റ്സ് ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, എനിക്കത് കാണിക്കേണ്ട കാര്യമില്ല, ചെയ്യാം. അങ്ങനാണെങ്കിൽ ഇഫ് ദാറ്റ് ഇസ് ദി ആറ്റിറ്റ്യൂഡ്, യു ടെൽ മീ ഇഫ് എ പോലീസ് സ്റ്റോപ്സ് യു ഫോർ സ്പീഡിംഗ്, യു ക്യാൻ സേ ദ സെയിം തിങ്. ഡു യു ഡു ദാറ്റ്? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അതാണോ പറയുന്നത്? പോലീസുകാരൻ നിർത്താൻ പറയുമ്പോൾ നിർത്തരുത്, വണ്ടി ഓടിച്ച് പൊക്കണമെന്ന് ആരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുന്നുണ്ടോ? ജിൻസ്മോൻ തന്നെ പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് അത് പഠിപ്പിച്ചു കൊടുക്കും. നിതിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. നിതിൻ പറഞ്ഞോളൂ. അതാണ് ഒരു പോയിന്റ്. ഞാൻ ഡോക്സിംഗിന്റെ കാര്യം പറഞ്ഞു, റെനെ ഗുഡിന്റെ കാര്യം, ഈ അലക്സ് പ്രറ്റി എന്ന് പറഞ്ഞ ആള്. സോ പുള്ളിക്ക് ഒരാഴ്ച മുന്നേ പുള്ളിയുടെ റിബ്സ് ഒടിഞ്ഞിട്ടിരിക്കുവായിരുന്നു. ദാറ്റ് മീൻസ് ദീസ് ഗൈസ് paid protesters or voluntary protesters that is stopping. Now why do they want to stop ICE from catching an illegal? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, അതിനുള്ള ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞു വെച്ചാൽ മതി. അതായത് ഞാൻ ഒരു കൊലയാളി, ഒരു പോലീസുകാരൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ, ജിൻസ്മോൻ എന്നെ തടയാൻ വേണമെങ്കിൽ, തടഞ്ഞിട്ട് ഞാൻ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം? ജിൻസ്മോനെയും കൂടെ താഴെ ഇടണോ ഞാൻ അവനെ പിടിക്കാൻ പോകുമ്പോൾ എന്നുള്ള? ജിൻസ്മോൻ ആ സ്ഥാനത്താണ്, എന്ത് ചെയ്യും? സോ അത് എന്തിനാണ് ഇവൻ ഇംപീഡ് ചെയ്യുന്നത്? അവനെ പിടിച്ചോട്ടെ, ഇവനെ പോയി കോടതിയിൽ നിന്ന് ഇറക്കിയാ പോരെ? ഗോ ടു ദ കോർട്ട്, ടേക്ക് ഹിം ഓൺ, അവനെ അവനെ ബെയിൽ എടുക്ക്, അല്ലെങ്കിൽ വാദിക്ക കോടതിയിൽ. ഇവൻ സോ ഇഫ് യു ആർ ഫീലിംഗ് ദാറ്റ് അതൊരു പാവം പിടിച്ചൊരുത്താൻ അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുവാണ്, വൈ ആർ യു ഡൂയിങ് ദാറ്റ്? അതിനുള്ള ആൻസർ പറഞ്ഞാൽ മതി. എന്തിന് ഇവനെ പിടിക്കാൻ പോകുന്നതിന് ആൾക്കാർ അത് തടയുന്നു? പ്രൊട്ടസ്റ്റ് അല്ലത്, ദാറ്റ് ഈസ് ഇംപീഡിങ് ലോ എൻഫോഴ്സ്മെന്റ്. പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഇരുന്ന ഒരു പ്ലാക്കാർഡ് ഒക്കെ വെച്ചിട്ട് അയ്യോ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇതിന്റെ എതിരാണ്, ഞങ്ങൾ വോട്ട് ചെയ്ത് CJ പറഞ്ഞാൽ വോട്ട് ചെയ്തത് ട്രംപിനെയും ട്രംപിന്റെ ആൾക്കാരെ മുഴുവൻ താഴെ ഇറക്ക്. അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. ട്രംപ് എന്നിട്ട് നിങ്ങൾ നിയമവും മാറ്റ്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ മാറ്റ്. നിയമം മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇനിയും ഈ എന്നാ പറയുന്നത് ഇല്ലീഗൽസിനെ ഒന്നും പിടിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഇതാണ് എന്റെ ഒരു സെക്കൻഡ്. പക്ഷേ ഇപ്പൊ നിതിൻ പറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാക്കാർഡ് പിടിച്ചുകൊണ്ട് മാത്രം പ്രൊട്ടസ്റ്റ് ചെയ്യുക. പ്രൊട്ടസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ തീരുമാനിക്കണേ. അത് അക്രമത്തിൽ കൂടെ അല്ലാതെ ഏത് രീതിയിലും പ്രൊട്ടസ്റ്റ് ചെയ്യാം. നിതിൻ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം പറയാം. ഇവിടെ ഈ പോലീസ് മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നത്, ഈ മാസ്ക് വെച്ച് അറസ്റ്റ് ചെയ്ത പോലീസുകാർ അവരുടെ വീട്ടിന് ത്രെട്ട് ഉണ്ടാവും, അവരെ അറ്റാക്ക് ചെയ്യും. എന്തോന്ന് ന്യായമാണ് നിതിനെ ഈ പറയുന്നത്? ഈ രാജ്യത്ത് ഇതുപോലെ ലോ ആൻഡ് ഓർഡർ ഉള്ള ഈ രാജ്യത്ത് അവിടെയുള്ള ആ പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ രാജ്യം എന്തോന്ന് അമേരിക്ക ഇതന്നെ കൊള്ളക്കാരുടെ സംസ്ഥാനം, ഒരു പോലീസുകാരന് പോലും പ്രൊട്ടക്ഷൻ കിട്ടാത്ത ഒരു രാജ്യമോ? അതെന്ത് രാജ്യം ഇത്? അതൊരിക്കലും ന്യായമല്ല. നമ്മളൊരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനോട് ന്യായമായിട്ട് ആർഗ്യൂ ചെയ്യാനുള്ളതും അവനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതും ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ആക്ഷൻ എടുക്കാം. അവന്റെ പേര് ചോദിക്കാം, അവന്റെ പേര് ചോദിച്ചിട്ട് അവന്റെ ബാഡ്ജ് നമ്പർ ചോദിക്കാം. ആ ബാഡ്ജ് നമ്പറും ചോദിച്ചു കഴിഞ്ഞിട്ട് അവൻ അപ്പോഴും നമ്മൾക്ക് തൃപ്തികരം അല്ലെങ്കിൽ നമുക്ക് സൂപ്പർവൈസറെ ആവശ്യപ്പെടാം. നിയമപരമായിട്ട് ഇതാണല്ലോ ചെയ്യണേ, ഇത് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ, അതാണോ ഐസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം അത് മാസ്ക് ഇടുന്നതിന് ഈ ന്യായം, ജനാധിപത്യ രാജ്യത്ത് ആ രീതിയിലുള്ള പോലീസിങ് എന്താണ്? ആ പോലീസിങ്ങിനുള്ള കാര്യത്തിൽ ഈ പറയുന്ന ഒരു ന്യായമല്ല. ആ പോലീസുകാരൻ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യം. അങ്ങനെയാണ് പിന്നെ കൊളംബിയ അമേരിക്ക തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കണേ? അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരനെ ടാർഗറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാനായിട്ട് അതോലോമാണ് ഇവിടെ മുഴുവൻ മാറുന്നത്. അങ്ങനെ ഒരു അമേരിക്കയാണോ ഈ അമേരിക്ക എന്ന് പറഞ്ഞത്? അതുകൊണ്ട് ഈ അധികാരം കൊടുത്തേക്കുന്നത് ആ ഒരു പറഞ്ഞ പോയിന്റ് ഒരു കാരണവശാലും ന്യായമല്ല. മാസ്ക് വെച്ച് ഒരു പോലീസുകാരനും ഒരു സിറ്റിസന്റെ അടുത്ത് പോയി ചോദ്യങ്ങൾ ചോദിക്കാനോ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമില്ല. അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു അവകാശമാണ്. അവനോട് ഒരു അൺനോൺ ആയിട്ടൊരു പേഴ്സൺ ആരാണ് വന്നേക്കണത്? ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് കുറച്ച് ഗണ്ണും തൂക്കിക്കൊണ്ട് മാസ്കും വെച്ച് വരുന്ന ആരാണ്? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറെ ഹൂളിഗൻസിന്റെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ട് മാറിയോ അമേരിക്ക? ആ രീതിയിലാണോ ഇവിടെ ജനാധിപത്യം നടപ്പിലാക്കുന്നത്? പിന്നെ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം ബേസിക് ആയിട്ടുള്ള രീതിയിലാണ്. ഈ രണ്ട് കേസിൽ ഇപ്പൊ പറഞ്ഞില്ല, 3 പേരെ വെടിവെച്ചു, 2 പേര് അമേരിക്കൻ സിറ്റിസൺ. ഒരു സിറ്റിസന്റെ വാല്യൂ, ഒരു സിറ്റിസന്റെ വില, അമേരിക്കൻ സിറ്റിസനെ ലോകത്ത് എവിടെയാണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. അതിപ്പം അങ്ങനെ ഒരു ഡിക്റ്റേറ്റർ അങ്ങ് തീരുമാനിക്കുവാണ് ഇതിന് ആ രീതിയിലാണ് ചെയ്യേണ്ടത്, ഞാനാണ് ഈ മൊത്തം ഇതിനെ കറക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കൊല്ലാക്കല് ചെയ്യുമ്പോഴും തലവെട്ടുമ്പോഴും ചവിട്ടി കൂട്ടുമ്പോഴും ആയിരക്കണക്കിന് ആൾക്ക് ഒന്നിച്ചു വെടിവെക്കും. അതിനെ ന്യായീകരിക്കാൻ ആ രാജ്യത്ത് ആൾക്കാരുണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഈ ന്യായങ്ങൾ എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് നടപ്പിലാക്കേണ്ട രീതിയിലുള്ള ഒരു നിയമങ്ങളോ നിയമവ്യവസ്ഥയോ അല്ല ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹൂളിഗനിസമാണ്. അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ.
സിജയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ ഇതിനൊന്ന് ഉത്തരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് സിജ എന്നിട്ടേക്ക് വരാം. ഇതിനൊറ്റ ഒരു ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ. ജിൻസ്മാനെ, ഞാനിപ്പം ഒരു നാട്ടില് ഐസിന് നമുക്ക് ഇല്ലീഗൽ ആണോ ഇല്ലയോ എന്നുള്ള മാത്രം ആൾക്കാരെ പിടിക്കാൻ പറ്റുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, ഐസിന് പോയി ഒരുത്തൻ കൊല നടത്തി അവനെ പിടിക്കാൻ പറ്റത്തില്ല, കൊള്ളയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ ഒരാളെ അടിക്കുന്നതിന് അവനെ പോയി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഐസിന് ആ കൂടെ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരുത്തൻ ഇല്ലീഗൽ ആണോ പോസിബിൾ സസ്പെൻഷനിൽ അവനെ അറസ്റ്റ് ചെയ്യാം, ഡീറ്റെയിൻ ചെയ്യാം, അവനെ എന്നിട്ട് കോടതിയിൽ കൊണ്ടുപോകാം. ദിസ് ഇസ് വാട്ട് ദേ കൻ ഡു. അപ്പം ജിൻസ്മോൻ പറയുന്ന പോലെ ഈ സിറ്റീസിൽ അവിടെ സ്പെഷ്യലി ആ മേയർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവിടെ ലോ എൻഫോഴ്സ്മെന്റ് ഒരു രീതിയിലും ഇവരെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ അവരുടെ മക്കൾക്കോ ഭാര്യമാർക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ബേസിക്കലി സാങ്ച്വറി സിറ്റീസ് എന്ന് പറയുന്നിടത്ത് ദേ ആർ നോട്ട് ഗോയിങ് ടു ഗിവ് ദം എനി കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ. സോ അവർ ഫെഡറൽ ഇതിൽ വന്നേക്കുന്നവർക്ക് അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ മാസ്ക് ഇട്ടിരിക്കുന്നത്. അത് ഇനി ജിൻസ്മോനെ പറ്റുമെന്നുണ്ടെങ്കിൽ ജിൻസ്മോൻ പോയി മാസ്ക് ഇടാതെ ചെയ്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ന്യായമായ ഗതിയിൽ ഞാനാണ് പോകുന്നത്. ജനാധിപത്യ രാജ്യത്ത് അഭികാമ്യമല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു പോലീസിംഗ് അല്ല, പോലീസിംഗ് അല്ലല്ല. അങ്ങനെ ആ ഒരു പോലീസുകാരെ അതൊരു ന്യായമല്ല. അങ്ങനെ പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അങ്ങനെ ജനാധിപത്യം നടപ്പിലാക്കാൻ പറ്റിയതല്ലേ? അതെങ്ങനെ അങ്ങനെ നടത്താൻ പറ്റണ്ടേ? ആ കുറച്ച് ഗുണ്ടകള് കുറച്ച് ആയുധം തൂക്കിക്കൊണ്ട് വന്നിട്ട് അങ്ങനെയാണോ നിയമം നടപ്പിലാക്കേണ്ടത്? ഇതിലൊക്കെ ഒരു സിസ്റ്റം ഇല്ല. ജിൻസ്മാൻ ഈ രണ്ടുപേരും മരിച്ചതിന്റെ കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ കൊല്ലം മൊത്തം പോലീസുകാരുടെ വെടിയുണ്ട കൊണ്ട് മരിച്ച 600 പേര് അമേരിക്കയിലുണ്ട്. കഴിഞ്ഞ കൊല്ലം പോലീസുകാരുടെ വെടിയുണ്ട കൊണ്ട് മരിച്ച ഈ രണ്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനാധിപത്യം ഇല്ലാതാക്കി കഴിഞ്ഞ ഈ 2 പേര് മരിച്ചത് മാത്രമേ ഉള്ളൂ. മറ്റേ 600 സിറ്റിസൺസ് മരിച്ചവരാ കേട്ടോ. 600 സിറ്റിസൺസ് അമേരിക്കയില് പോലീസുകാരുടെ അതായത് ഐസിന്റെ അല്ല കേട്ടോ, നമ്മുടെ സാധാ കൗണ്ടി എന്നാ പറയുന്നത് കൗണ്ടി സ്റ്റേറ്റ് അങ്ങനത്തെ പോലീസുകാരുടെ വെടികൊണ്ട് മരിച്ച 600 പേര് കഴിഞ്ഞ കൊല്ലമുണ്ട്. ഐസിന്റെ വെടികൊണ്ട് മരിച്ച 2 പേരുമുണ്ട്. അത് മാത്രം മനുഷ്യരല്ലേ? 32 പേര് കസ്റ്റഡി കിടന്ന് മരിച്ച മനുഷ്യരല്ലേ? 32 പേര് കസ്റ്റഡി കിടന്ന് മരിച്ചു. അവര് ഓക്കെ 365,000 ആൾക്കാരെ പിടിച്ചപ്പോ 32 പേര് മരിച്ചു. ഇറ്റ് കൻ ഹാപ്പൻ. ഇറ്റ് ഇസ് ബാഡ് ദാറ്റ് ഇറ്റ് ഹാപ്പൻ. അവർക്ക് മരുന്ന് കിട്ടാതാണെങ്കിൽ നിതിൻ എന്തൊക്കെ പറഞ്ഞാലും ഈ പിന്നെ എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് ഒരു ലോ അല്ലല്ലോ. അതിപ്പോ അടുത്തൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ഈ എക്സിക്യൂട്ടീവ് ഇരിക്കുമ്പോ അത് ലോ ആണ് കേട്ടോ. ഗവൺമെന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവറാണ് അത് പ്രസിഡന്റിന്റെ പറ്റുന്നതാണല്ലോ. ഇത് ബൈഡനും ഒബാമയും ഒക്കെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഇനി അടുത്തൊരു ഗവൺമെന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ ഇറക്കിയിട്ടുണ്ട്, അതിനുള്ള റേഗൻ ഇറക്കിയിട്ടുണ്ട്, ഇവരെല്ലാം ഇറക്കിയിട്ടുണ്ട്, ട്രംപ് ഇറക്കിയിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇതൊരു പോളിസിയിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നതോ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇത് പിന്നെ എന്താ പറയാ ഒരു ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതോ ഒക്കെ ആണല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇത് ജനതയ്ക്ക് തോന്നുവാണ് അടുത്ത ആള് വന്നിട്ട് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് തോപ്പിക്കട്ടെ ട്രംപിനെ. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഓവർ കോൺഫിഡന്റിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഒരു മാനുഷിക പരിഗണന അവിടെ കൊടുക്കാതെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നില്ല. സീജയ്ക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സീജ കുറെ സമയമായിട്ട് സീജ ഇങ്ങനെ പറയാൻ വെമ്പലായിട്ട് ഇരിക്കുവാണ്. സീജയ്ക്ക് എന്താ പറയാനുള്ളത്? നിതിൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് അറസ്റ്റ് കഴിഞ്ഞിട്ട് ആകെ 2 പേരാ മരിച്ചതെന്ന്. 2 പേരുടെ ആ ഒരു നിരപരാധ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് ഈക്വലന്റ് അത്. അപ്പം ട്രംപ് സത്യം പറഞ്ഞാൽ ജിൻസ് പറഞ്ഞ പോലെ ഒരു അമേരിക്കൻ പൗരന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ എത്ര മില്യൺ കൊടുത്താണെങ്കിലും ഉണ്ടല്ലോ അമേരിക്ക രക്ഷിക്കും. എനിക്കൊന്ന് റൊണാൾഡ് റീഗന്റെ സമയത്താണെന്ന് തോന്നുന്നു, ട്രിപ്പോളി ഒരു അമേരിക്കനെ എങ്ങാണ്ട് കൊന്നതിന് അവിടെ മൊത്തം ട്രിപ്പോളി ഉണ്ടല്ലോ ബോംബിട്ട് നശിപ്പിച്ചു റൊണാൾഡ് റീഗൻ. അമ്മാതിരിയുള്ള പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് എങ്ങനെ നമ്മൾ ഈ ഫ്യൂച്ചറിൽ ഇമാതിരിയുള്ള പിന്നെ സംഭവങ്ങൾ ബ്രൂട്ടൽ കില്ലിങ് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ജിൻസ് പറഞ്ഞത് വളരെ വാസ്തവമാണ്. ആയിരക്കണക്കിന് ഐസ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തു വിത്തൗട്ട് എനി ബേസിക് ട്രെയിനിങ്. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ മുൻപ് ആങ്കർ കൊണ്ട് സംഭവിച്ചാണ്. അതിന് ഇവർക്കെല്ലാം ഒരു ആങ്കർ മാനേജ്മെന്റ് ട്രെയിനിങ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അല്ലാതെ കൊണ്ടുള്ള അവരുടെ ഐസ് ഏജന്റിന്റെ ജീവന് ഒന്നുമില്ലായിരുന്നു, അവന്റെ ആംബുലേഷൻ ഒന്നുമില്ലായിരുന്നു, വെറുതെ ദേഷ്യത്തിന് വന്നിട്ടുണ്ടല്ലോ കൊന്നതാണ്.
ഇതുകൊണ്ട് എനിക്ക് ഇതിനോട് കാര്യം പറയാനുള്ളത്, അവർ തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയണം. എൻ്റെ ഒത്തിരി റിപ്പബ്ലിക്കൻ ഫ്രണ്ട്സ് ഉണ്ട്, ട്രംപ് കാണിച്ച ശരിയല്ല, അത് അവരെ കൊന്നത് ശരിയല്ല. ഒത്തിരി പേര് ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസാണ്, അവരെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത്. ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് ആൾക്കാരെ കൊന്നിട്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആൾക്കാർ മരിച്ചാണ് പ്രശ്നമെങ്കിൽ ഈ ഒരു ജീവൻ പോകാൻ പാടുന്ന 600 പേര് പോലീസുകാർ വന്നവരുണ്ട്, അവരെ കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഇത്രയും നാൾ ഇപ്പൊ 600 പറയാൻ വേണ്ടി അങ്ങനെ ഒരു പോയിന്റ് അല്ല നമ്മൾ റേസ് ചെയ്തത്. എക്സിക്യൂട്ടീവ് ഓർഡർ കൂടി അദ്ദേഹത്തിന് തോന്നിയ രീതിയിൽ ഈ രാജ്യത്ത് നിയമം നടപ്പിലാക്കിയെടുക്കാൻ, അതായത് അദ്ദേഹം മാത്രമുള്ള ഇത് ജനാധിപത്യം എന്ന് പറയുന്നിടത്ത് ആ എക്സിക്യൂട്ടീവ് ഓർഡർ കൂടി അല്ല ജനാധിപത്യം നടപ്പിലാക്കേണ്ടത്. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, ഇവിടെ ഇല്ലീഗൽസ് വന്നിട്ടുണ്ട്, കൂടുതലായിട്ടുള്ള നമ്പേഴ്സിൽ കയറിയിട്ടുണ്ട്. അത് എങ്ങനെ ഫിൽട്ടർ ചെയ്ത് നിയമപരമായിട്ട് അവരെ എങ്ങനെ ഡിപ്പോർട്ട് ചെയ്യണമെന്ന് അതിന് ആ ഒരു ലീഗൽ പ്രോസസ്സിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു എൻഫോഴ്സ്മെന്റ് എങ്ങനെ നടപ്പിലാക്കണമെന്ന് അതിനൊരു ഇതുണ്ട്. അല്ലാതെ ഈ മാതിരിയുള്ള വെടിവെച്ച് അത് ഒരാളായിക്കോട്ടെ, 2 ആളായിക്കോട്ടെ, 10 പേരായിക്കോട്ടെ, ഇപ്പൊ ഇതുവരെ ഇതിൽ കിടന്ന് മരിച്ച 32 ഒരു നിയമത്തിന്റെ അകത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല ഐസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അംഗീകാരം കൊടുത്തുള്ള ഈ മരണങ്ങൾക്ക് ഈ ചോരയ്ക്ക് ഈ പ്രസിഡന്റിന് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ പറയുന്ന പറയുന്നുണ്ടല്ലോ, ജനാധിപത്യം എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, ഞാനല്ല ഈ എല്ലാത്തിനും അധികാരം. ഒരു സ്റ്റേറ്റിന് നാളെ ഞാൻ മാറി വരും, 2 വർഷം കഴിയുമ്പോൾ സിസ്റ്റം മാറും. ഇപ്പൊ ട്രംപ് വരുത്തി വെച്ച് ട്രംപിന്റെ അകത്ത് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അപ്പൊ നാളെ നിതിന പ്രസിഡന്റ് ആയിട്ട് വരുമ്പം എനിക്ക് തോന്നിയ പോലെ രീതിയിൽ ഞാൻ ഇത് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ജനാധിപത്യം ഇരിക്കുന്നത് അങ്ങനെയല്ലല്ലോ ഒരു നേഷൻ ഫങ്ഷൻ ചെയ്യുന്നത്. ജുഡീഷ്യറിക്ക് ഒരു പവർ ഉണ്ട്. ജുഡീഷ്യറിക്ക് എന്ത് വേണേ വിധിക്കാം, അവർക്ക് ടൂത്ത് ഒന്നും ഇല്ല. ഈ എക്സിക്യൂട്ടീവ് ആളിനെ കൊടുക്കുന്നില്ല. ഇപ്പം ജുഡീഷ്യറിക്ക് അവിടെ വേണേ വിധിക്കാം, നിതിൻ കുറ്റക്കാരനാണ് അല്ലെ ജിൻസ്മോൻ കുറ്റക്കാരനാണ്. പക്ഷെ എക്സിക്യൂട്ടീവ്, അത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇപ്പം ന്യൂയോർക്കിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഇപ്പം സിറ്റിയിലാണെ മംദാനി, സ്റ്റേറ്റിലാണെ ഹെൽപ്സിൽ, അവർ പറയുക ഞങ്ങൾ അവരെ പിടിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ് ഇവര് ഫെഡറൽ ആൾക്കാരെ ഇതിന് വിടുന്നത്. സോ എക്സിക്യൂട്ടീവിന് വേണേ തീരുമാനിക്കാം. അതിപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, സുപ്രീം കോടതിക്ക് നിയമം വിടാം. ഇപ്പൊ ഓർത്തഡോക്സും പാർത്തഡോക്സുകാർക്ക് ഇടയിലെ ഒരു കേസിനകത്ത് സുപ്രീം കോടതി ഇവിടെ വിധിച്ചു, പിണറായി വിജയൻ പോലീസിനെ വിട്ടാലേ ഉള്ളൂ ഒരു കൂട്ടരെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. പുള്ളി അത് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ ദർ ഇസ് നത്തിങ്. സുപ്രീം കോടതി, അത് കോടതിക്ക് ഒരു ഉത്തരവിടാനേ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് അപ് ടു ദ എക്സിക്യൂട്ടീവ് ടു ഡിസൈഡ്. നൗ വി ക്യാൻ ഡിസിഗ്രി വിത്ത് എക്സിക്യൂട്ടീവ്. അതായത് നിങ്ങൾ ഇവിടെ ഇപ്പം ട്രംപിന്റെ എക്സിക്യൂട്ടീവായിട്ട് ഡിസിഗ്രി ചെയ്യുന്നു, പക്ഷെ ഞാൻ വോട്ട് ചെയ്ത ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഇത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ വോട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഇങ്ങനെ നോക്കിയിട്ട് പോലും 14 മില്യനകത്ത് വന്ന് ഒരു കൊല്ലം മാക്സിമം 365,000 പറഞ്ഞു വിടാൻ പോലും പറ്റത്തില്ല, പിടിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു വിടുന്ന ഇസ് എ ഹോൾ ഡിഫറെന്റ് തിങ്. കോടതി കൂടെ അത് ഇഴയ്ക്കും. അതായത് നമ്മുടെ ഒരു ഹർജിത് കൗർ എന്ന് പറഞ്ഞ സ്ത്രീ അഴിച്ചതുപോലെ 73ാമത്തെ വയസ്സ് വരെ നമ്മൾ അങ്ങ് കോടതിയിൽ കൂടെ വക്കീലന്മാരങ്ങ് ഇഴച്ചോളൂ ഇത്. സോ ഇറ്റ് ഇസ് ഹാർഡ്, ബട്ട് വി ക്യാൻ മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ഹാർഡ്. അത് ഹാർഡ് ആക്കിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെൻ വിൽ ദിസ് സ്റ്റോപ്പ്? All these people. എന്റെ ക്വസ്റ്റ്യൻ ഇവിടെ അതൊക്കെ വിട്ടേക്ക്. US സിറ്റിസനെ കൊന്ന US സിറ്റിസൺ എന്തിനാണ് പോയി ഒരു പോലീസ് ഓഫീസറിന് ഇത് ഇംപീഡ് ചെയ്യാൻ നോക്കുന്നതെന്നുള്ളതാണ്. പോലീസ് ഓഫീസർ ഒരു ഇല്ലീഗലിനെ പിടിക്കാൻ പോയി. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോയെതിരെ ഒരു കാര്യം ചെയ്തു. ഒരു കുറ്റമാണോ ഇല്ലയോ? ഇത് ശരിയാ ലോയോ അല്ലെങ്കിൽ അറബിക് ലോയോ അല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. അതായത് പോലീസുകാരൻ അല്ല, സമ്മതിച്ചു, നിങ്ങൾ പറഞ്ഞു അത് പോലീസുകാരന് ചില അധികാരങ്ങളുണ്ട്, ചില പ്രിവിലേജസ് ഉണ്ട്. അല്ലാതെ സിറ്റിസനും പോലീസുകാരനും വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പാടില്ല. ഇതിന് അടിമകളുടെ രാജ്യമോ? ഇത് മോള് ടോപ്പ് തൊട്ട് പ്രസിഡന്റിന്റെ അവിടം തൊട്ട് ഇത് നടപ്പിലാക്കാൻ ഏൽപ്പിച്ചേക്കണ ഈ ഐസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒരാളെ പിൻവലിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസ് ഉണ്ട്. അല്ലല്ല, ഇത് അതുകൊണ്ടൊന്നും അല്ല, ഇത് നിയമത്തിന് അതീതമായിട്ട് ചെയ്യുന്നതാണ്. ഇവരെ പിടിക്കണമെങ്കിൽ ഒബാമ എങ്ങനെയാണ് 3.3 മില്യൺ ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്തത്? അപ്പൊ ഇവരെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒബാമ ബോർഡറിലിരുന്ന് പിടിച്ചു വിട്ടതാണ്. ബോർഡറിലിരുന്ന് പിടിച്ചു വിടാൻ പിടിച്ചു വിട്ടാലും ഇപ്പം ഒരു സിസ്റ്റത്തിന് ഇതിന് മുന്നിൽ ഇരുന്ന ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് സർവാധികാരി. ബോർഡറിലുള്ളവരെ പിടിച്ച് ഒരു ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പിടിച്ചുവിടാൻ 40 ദിവസം മതി. 40 ഡേയ്സിനകത്തുള്ളിൽ വിടാം.
പക്ഷെ നമ്മുടെ ഇൻലാൻഡിൽ കയറി കഴിഞ്ഞാൽ അങ്ങനല്ല. ഇവര് ഭയങ്കരമായിട്ടും ലോപരമായിട്ട് ഇങ്ങനെ കോടതി കൂടെ പ്രോസസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഹാർഡ്. അത് അമേരിക്ക അങ്ങനെയാണ്. ഇല്ലീഗൽ റൈറ്റ് അങ്ങനെയാണ് ഈ രാജ്യം ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ രാജ്യം അപ്പൊ അത് തെറ്റാണ്. ഇമാരെല്ലാം കള്ളന്മാരാണ്. ഏതായാലും യോമാര് വിസ ഓവർ സ്റ്റേയോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയോമാരാണ്. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലോ. ജിൻസ്മാനെ ഒന്നി നമ്മൾ പറയുക, ഇത് നമ്മൾ സമ്മതിച്ചു. ലോ എന്താണ്? ഈ ലോ എന്താണ്? ലോ എന്ന് പറയുന്നത് ഇവിടെ ലോ ഉണ്ട്. അതായത് ലീഗലായിട്ട് നടപ്പിലാക്കണ്ടേ? അതായത് മാസ്ക് വെച്ചുകൊണ്ട് യൂണിഫോം പോലും ഇല്ലാതെ കുറച്ച് ആൾക്കാർ വന്ന് അങ്ങനെയാണോ നിയമം നടപ്പിലാക്കുന്നത്? അല്ല, പിന്നെ എന്തോ ചെയ്യേണ്ടത് പറഞ്ഞു. ജിൻസ്മോൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ വോട്ടർ ബേസ് എന്നോട് പറഞ്ഞിട്ടാ കയറിയേക്കുന്നത്. ഞാൻ ഇല്ലീഗൽ നിങ്ങളോട് അല്ലല്ല. ഇതെന്നറിയോ, ഇത് ട്രംപിന് വോട്ട് ചെയ്ത ആൾക്കാരും അത് എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ കാണാവുന്ന കാര്യമാണ്. അതല്ല നമ്മുടെ വിഷയം. അതായത് ട്രംപിന് വോട്ട് ചെയ്തു എന്നുള്ളത്, വോട്ട് ചെയ്തവരെല്ലാരും നാളെയും ട്രംപിന് വോട്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റിയല്ല. അപ്പൊ അത് വേറെ വിഷയം. അത് വോട്ട് ചെയ്യുന്നതല്ല. ഈ ഒരു രാജ്യത്ത് മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഈ രാജ്യത്ത് പല ആൾക്കാരും വന്നിട്ടുണ്ട്, പല ആൾക്കാരും ഇല്ലീഗലായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലീഗൽസിന് ലീഗൽ റൈറ്റ് ഉള്ള രാജ്യമാണിത്. പക്ഷെ അത് നടപ്പിലാക്കുന്നത് ഇത് വെടിവെച്ച് കൊന്നുകൊണ്ടോ അടിച്ചൊതുക്കിക്കൊണ്ടോ ചവിട്ടിക്കൂട്ടിയത് കൊണ്ടോ ഡിറ്റൻഷൻ സെന്ററിൽ അവിടെ കൊണ്ടുപോയിട്ട് തല്ലിക്കൊന്നതുകൊണ്ടോ അങ്ങനെയല്ല. ഈ രാജ്യത്തെ അങ്ങനെ പറയാൻ പറ്റും. 32 പേര് ഐസിന്റെ ഡിറ്റൻഷൻ സെന്ററിൽ മരണപ്പെട്ടത്. അത് ഒരാളാണല്ലോ, ഒന്നര ആളാണല്ലോ. ഡിറ്റൻഷൻ സെന്ററിൽ മരിച്ചല്ലേ, ഈ രണ്ടുപേര് വെടിവെച്ച് കൊണ്ട് മരിച്ചു. അവര് they were impeding a police officer or a law enforcement. ന്യായീകരണമല്ലേ? അത് പിന്നെ എങ്ങനെ പോലീസ് ഓഫീസർമാർ നിതിൻ പറഞ്ഞ സെയിം ന്യായം. അവരുടെ പ്രസ് റിലീസ്, പോലീസിന്റെ പ്രസ് റിലീസ്, അയാൾ വെപ്പൺ ഹോൾഡ് ചെയ്തു എന്ന് വരെ പ്രസ് റിലീസിൽ പറഞ്ഞതാണ്. അയാൾ വെപ്പൺ ഹോൾഡ് ചെയ്തു. She was blocking their way. This guy and the lady with him, they came very quickly together. ഏതോ ഒരുത്തിനെ പിടിക്കാൻ പോയത്, അതാണ് അവർ തടഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇവരുമായിട്ടൊരു ഓൾട്ടർക്കേഷൻ ഉണ്ടായത്. ഏതോ ഒരു ഇല്ലീഗൽ അവിടെ ഒരു ഡോണറ്റ് ഷോപ്പിലുണ്ട് ഈ സമയത്ത്. ആൻഡ് വൈ ആർ യു ഡൂയിങ് ദാറ്റ്? എനിക്കത് മനസ്സിലാകുന്നില്ല. എന്റെ ജിൻസ്മോനെ നാളെ ഒരാളെ കൊന്നിട്ട് ഈ രാജ്യത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരം, ലീഗലായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അധികാരം അതാണ് ജനാധിപത്യം ഇല്ലാത്ത നടക്കുന്ന കാര്യമാണ്. എങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ മാത്രം അല്ല, പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷേ ജിൻസ്മോനെ ഞാനൊരു കാര്യം പറ്റേ, ഒരുത്തിനെ കൊന്നു, എന്നിട്ട് ഓടുവാണ്, പോലീസ് അവനെ പിടിക്കാൻ പോവാണ്. ഞാൻ പോയി, എനിക്ക് റൈറ്റ് ഉണ്ട്, ഞാൻ സിറ്റിസൺ ആന്ന് പറഞ്ഞ് ഞാൻ പോലീസിനെ തടഞ്ഞു നിർത്തിയാൽ അത് തന്നെയുള്ളത്. ഇവിടെ ഒരു കള്ളനാണ് അവൻ ലോ ബ്രേക്ക് ചെയ്താണ്, ഒരു ഇല്ലീഗൽ. അവനെ പിടിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ മറ്റേ വെടിവെച്ച് കൊന്നവന്റെ പുറകെ ഓടുമ്പം അവൻ പ്രൂവ്ഡ് അല്ല, കോടതി അവന് കള്ളനാന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ല. നിയമം അങ്ങനെ പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ മുൻവിധികളോട് കൂടി നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല നിയമം. ചോദ്യം എത്രയേ ഉള്ളൂ, ഇല്ലീഗൽ അല്ലെങ്കിൽ നീ ഐസ് വരുമ്പോ നീ എന്തിനാ ഓടുന്നത്? ഇപ്പം ഹോം ഡിപ്പോയിൽ നമ്മൾ ഐസിന്റെ ഒരു ടീഷർട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ കുറെ പേര് അവിടെ നിന്ന് ഓടും. Why are they running? It's because they know they have broken a law. ഒരു ലോ ബ്രേക്ക് ചെയ്താൽ you are അത് ക്രിമിനൽ ലോ ആകാം, സിവിൽ ലോ ആകാം. ഈ അമേരിക്ക ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചത് കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ. അഭയാർത്ഥികൾക്ക് അഭയം ഇത് കൊടുക്കുന്നു, സാധുക്കളെ പിന്നെ അവരെ ഫീഡ് ചെയ്യുന്നു, ദേശം മുഴുവനും ഉണ്ടല്ലോ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്ത ആ ഒറ്റ കാരണത്താലാണ് നിങ്ങൾ ബൈബിൾ വിശ്വസിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഈ അമേരിക്ക ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ചത്. അഭയാർത്ഥികളെ നമ്മൾ സ്വീകരിക്കും. ബൈബിളിൽ തന്നെ എന്താ പറയുന്നത്? അഭയാർത്ഥികൾ കൊടുക്കുന്നു ചെയ്യണം. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നവരെ ഉണ്ടല്ലോ നിങ്ങൾ കഴിവതും ഉണ്ടല്ലോ ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ നോക്കണം. ബോർഡർ ക്ലിയർ ആയി. ഞാൻ സംസാരിക്കും, ഇദ്ദേഹം സംസാരിക്കും. നേരത്തെ പറഞ്ഞില്ലേ ബോർഡർ ക്ലിയർ ആയി. ട്രംപിനെ ഞാൻ ആ കാര്യത്തിനുണ്ടല്ലോ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ബോർഡർ കംപ്ലീറ്റ് ഇതായി. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ റെഗുലേറ്റ് ചെയ്യുക. ഇപ്പൊ ട്രംപ് ഉണ്ടല്ലോ ഫാം വർക്കേഴ്സിനെ ഉണ്ടല്ലോ ഇത് ചെയ്തല്ലോ. അവരുടെ റിപ്പബ്ലിക്കൻ ആൾക്കാർ ഫാർമേഴ്സ് കൃഷിക്കാരെല്ലാം കൂടെ പോയി കണ്ടു. അത്ര ആയിരക്കണക്കിന് ഇല്ലീഗൽ ആൾക്കാരെ ഫാം വർക്കേഴ്സിനെ ഇത് ചെയ്തു. അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പൊ എന്റെ തന്നെ വീട്ടിലൊക്കെ ലോൺ മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെക്സിക്കൻ ആയിരുന്നു. ഇപ്പം പുള്ളി വരുന്നില്ല. എന്നിട്ട് ആ സ്കൂളിൽ പോകുന്ന 12-13 വയസ്സുള്ള ചെറുക്കാണ് ഇപ്പം വന്ന് വെട്ടുന്ന ഇത് ചെയ്യുന്നത്. വളരെ സങ്കടം തോന്നും. അങ്ങനെ എത്രയോ പേര് ഇവിടെ പ്ലംബിംഗ് വർക്ക്, പിന്നെ ഹാൻഡിമാൻമാര് എല്ലാം ഇല്ല. എല്ലാം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം ഒളിവില്ല, കടന്നു പോയി ഒത്തിരി.
ആ സ്ഥിതിയിൽ നമുക്ക് ദൈവം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരെ എല്ലാം ഇതിനേക്കാൾ 10 ലക്ഷം ആൾക്കാരെ ഉണ്ടല്ലോ ഫീഡ് ചെയ്യാനുണ്ട്. നമുക്ക് അവർ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്, അവർ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. അവർ എന്തിനാ പിന്നെ ഡിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇനി ഇങ്ങോട്ട് വരാൻ ഒരുത്തരും ഇങ്ങോട്ട് കയറ്റത്തില്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ഇപ്പം ഇവിടെ ഉള്ളവരെ ഉണ്ടല്ലോ, അവരെ ഉണ്ടല്ലോ ഡിപ്പോർട്ട് ചെയ്യാതെ അവർ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സ്വയം തൊഴിൽ ഒരുമാതിരിപ്പെട്ട ടെക്സാസിലെ എല്ലാം ലോൺ മൂവേഴ്സ് ഉണ്ടല്ലോ, എല്ലാം മെക്സിക്കൻ ഇങ്ങനെ ഇല്ലീഗൽസാ. മനസ്സിലായോ? ആ കാരണം അത് എന്തുകൊണ്ട് നീതിനുണ്ടോ? നിങ്ങളുടെ റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സിനും അവരൊക്കെ ഒന്ന് പറയൂ ഈ കാര്യം. വളരെ സീരിയസ് എടുക്കുന്ന കേസാണ്. ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ അതിനകത്ത് വളരെ ക്ലിയർ ആണ്. എന്റെ ലോൺ മൂവർ ആണെങ്കിലുണ്ടോ ഞാൻ 35 രൂപ കൊടുത്തോണ്ട് ഇപ്പം വരുന്ന അമ്മമാർക്കുണ്ടല്ലോ എത്ര വെള്ളക്കാർ കറമ്പന്മാർ ചോദിക്കുന്നതെന്ന് അറിയാം? എത്ര ഒന്നീ നമ്മൾ തന്നെ ജോലി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി അവന് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഇല്ലീഗൽ എന്ന് പറയുന്നത് നിങ്ങൾ ആൾക്കാർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാ, വർഷങ്ങളായിട്ട് അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്. വർഷങ്ങളായിട്ട് ഞാനൊരു കുറ്റം ചെയ്തുകൊണ്ട് ഞാൻ ഒരുത്തനെ ഇത് കുറ്റമാണോ? ബോർഡറെ ലംഘിച്ച് ഓവർ സ്റ്റേ ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിൽ വന്നവരെ എല്ലാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ബംഗ്ലാദേശിൽ വന്ന ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഉണ്ട്, വിട്ടിരിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അത് മനുഷ്യത്വമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യത്വം പറഞ്ഞിരുന്നത് നമ്മൾ ഈ നൈജീരിയയിൽ സുഡാനിലുള്ള എല്ലാ അല്ലെ ഈ സൊമാലിയയിലുള്ള എല്ലാവരെയും ഇങ്ങോട്ട് എടുക്കണമല്ലോ. അവിടെ എല്ലാം പട്ടിണിയിലാണ്. സൊമാലിയ പട്ടിണിയിലാണ്, സുഡാൻ പട്ടിണിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ മനുഷ്യത്വം പറയാനാണ് ഇവരെ മുഴുവൻ ഏറ്റെടുക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ പുറത്ത് വിട്ടിട്ട് നമുക്ക് ലോൺ മൂവ് ചെയ്യാൻ ആളില്ലെങ്കിൽ നോൺ മൂവിങ് വിസ വെക്ക്. അല്ലെ 12 വയസ്സുള്ള ഒരു കൊച്ചു ലോൺ മൂവ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവൻ ചെറുപ്പത്തിലെ ഹാർഡ് വർക്ക്, എത്തിക്സ് അതൊക്കെ പഠിക്കേണ്ടതാണ്. ഒരു ലോൺ മൂവ് ചെയ്തെന്ന് ഒരു കുഴപ്പമില്ല ഒരു ചെറുപ്പത്തിന്. No, that is not child labor. എന്റെ മക്കളെ ഞാൻ 12ാമത്തെ വയസ്സ് തൊട്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. പുറത്തു പോയി ജോലി ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യയിലുണ്ടല്ലോ ചൈൽഡ് ലേബർ ഒരു കൊച്ചു 12ാമത്തെ വയസ്സിൽ ലോൺ മൂവ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചൈൽഡ് ലേബർ ഒന്നുമല്ല. ഈ രാജ്യത്തെ ഇവിടെ പല പിള്ളേരും ഇങ്ങനെ വെട്ടിയും ന്യൂസ് പേപ്പർ അത് ആ ഒരു സിസ്റ്റത്തിലേക്ക് വരട്ടെ. എനിവേ നമ്മുടെ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ പല ഫേക്ക് ഓഫേഴ്സും ഒക്കെ കൊടുത്തിട്ട് 10,000-കണക്കിന് ആൾക്കാരെ, അതായത് ഹെൽപ്പ് ചെല്ലി അല്ലെങ്കിൽ ഹെൽപ്പ് ചെല്ലിയല്ലെന്ന് പറയണം, ചെല്ലു എന്ന് പറഞ്ഞിട്ട് അവരവിടെ കലാപത്തിന് ഇറങ്ങിയിട്ട് ആ റിജിം കൊന്നു തീർക്കുന്ന ആൾക്കാരോടെങ്കിലും ഒരു മനുഷ്യത്വപരമായ ഒരു നിലപാട് എടുക്കേണ്ടതാണ്. രാജ്യത്ത് എനിക്ക് ഫ്രീഡം വേണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തെടുത്തിരിക്കണം. അല്ലാതെ ഞാൻ വല്ലവന്റെ ഹെൽപ്പിന് വേണ്ടി അല്ല എന്റെ ഫ്രീഡം വിളിച്ച് പറയണത്. ആരെങ്കിലും ചോദിച്ചോ? പറഞ്ഞോട്ടെ, ഞാൻ എന്റെ രാജ്യത്ത് അതെന്ത് ക്രെഡിബിലിറ്റിയാണ്? ചുമ്മാ വിളിച്ചു പറയാൻ എങ്ങനെയാണോ വെരി ഇമ്മിറ്റീരിയൽ ടു മീ. പുള്ളി പറഞ്ഞതിന്റെ പേരിലല്ല. അവിടെ ഉള്ളവൻ വർഷങ്ങളായിട്ട് സഹിച്ചിട്ട് അവൻ ഫൈറ്റ് ചെയ്തു. അവൻ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആർക്കും അവനവന്റെ ഫ്രീഡം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് പോയി നമ്മൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഫ്രീഡം ഉണ്ടാക്കാൻ നോക്കിയിട്ട് നമ്മുടെ പൈസയും കുറെ ബോഡീസും വന്നത് മാത്രമേ മിച്ചം നടന്നുള്ളൂ. അവനവന്റെ ഫ്രീഡം അവനവന്റെ ആൾക്കാർ ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഇന്ത്യയിൽ ഫ്രീഡത്തിന് വേണ്ടി നമ്മൾ എന്നാ ജപ്പാൻകാരന്റെയോ എന്നാ ജർമ്മനിക്കാരന്റെയോ ഹെൽപ്പിൽ ഫ്രീഡത്തിന് വേണ്ടി നിന്നിരുന്നേ നമുക്ക് അവിടെ ഇരിക്കായിരുന്നു. നോ, വി ഹാവ് ടു ഫൈറ്റ് ഫോർ അവർ ഫ്രീഡം. സെയിം വേ ഇൻ ഇറാൻ. ഇഫ് ദേ തിങ്ക്, ഇഫ് ദ ജനറൽ പോപ്പുലേഷൻ തിങ്സ്, എന്നിട്ട് അവർ ഫൈറ്റ് ചെയ്യണം. ആൻഡ് മെനി വിൽ ഹാവ് ടു ഡൈ. അങ്ങനാണ്. ഒരു റൂമിനകത്തോട്ട് ആദ്യമേ പോകുന്നവൻ വെടിയുണ്ട കൊണ്ട് മരിക്കേണ്ടി വരും. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അങ്ങനെയാണ്. ഫോർ ഫ്രീഡം ആണ് ഇതെങ്കിൽ ഇവിടെ ഈ 2025 ഈ ഇതുവരെ മരിച്ച 10-40 അമേരിക്കയിലുള്ള ആൾക്കാരുടെയും 10,000-കണക്കിന് ഇറാനിയൻസിന്റെയും ആ മരണത്തിൽ, ആ ചോരയിൽ നമ്മുടെ പ്രസിഡന്റിന് ഒരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ ഇറാനിലുള്ളവന്റെ ചോരയിൽ ട്രംപിന് പങ്ക്. പിന്നെ ഐസിന്റെ ഒരു ഡിറ്റൻഷൻ സെന്ററിൽ കിടന്ന് ആൾക്കാർ മരിക്കുന്നതിന് ഇതിനു മുമ്പ് ഐസിന്റെ ഡിറ്റൻഷൻ സെന്ററിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഈ ഐസിന്റെ എന്നല്ല, ഈ ഡിറ്റൻഷൻ സെന്റേഴ്സ് ഒക്കെ തന്നെ അത് തന്നെ ഒരു ഫ്രോഡാണ്. ഈ ഡിറ്റൻഷൻ സെന്റേഴ്സ് കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ദിവസം ഇത് എത്രയാണ് ഇപ്പൊ അടച്ചു പൂട്ടി എന്നുള്ളത് ഓർത്തോണം. കാരണം ഈ ട്രംപിന്റെ അവിടെ നിന്ന് ബോർഡറിൽ നിന്ന് ആൾക്കാർ വരാത്തതുകൊണ്ട് ഇതിനു മുമ്പ് അത് തന്നെ ഒരു ഫ്രോഡായിരുന്നു. ഈ ഡിറ്റൻഷൻ സെന്റേഴ്സ് ഓരോ സെന്ററിലും ഒരു ദിവസം 4 നേരം ഭക്ഷണം കൊടുക്കുമായിരുന്നു. 1000-1500 പേർക്ക്. ഒരു നേരത്തെ ഭക്ഷണത്തിന് കോൺട്രാക്ടറിന് കൊടുത്തോണ്ടിരുന്ന പെർ പ്ലേറ്റ് $30. അതായത് ഒരു ദിവസം ഒരു കോൺട്രാക്ടർ 1000 പേരുടെ അടുത്ത് എത്രയാ പൈസ ഉണ്ടാക്കിയുണ്ട്. അത് ഫുഡിന് മാത്രം. ഇത് കൂടാതെ വേറെ സംഭവങ്ങളുണ്ട്. ദീസ് വർ ബിസിനസ്സസ് ദാറ്റ് വർ റണ്ണിങ് ഇൻ ദ US നമ്മുടെ ടാക്സ് മണി വെച്ച്. അതെല്ലാം നിന്നല്ലോ. ആ ഡിറ്റൻഷൻ സെന്റേഴ്സ് എല്ലാം ക്ലോസ്ഡ് ആയല്ലോ.
സോ ഇതൊക്കെ ഒരു ഫ്രോഡാണ്. ഈ ഫ്രോഡ് നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ അത് ബോർഡർ ക്ലോസ് ചെയ്യണം, പിന്നെ ഇവിടെ ഉള്ളവനെ പുറത്താക്കണം. എന്നിട്ട് നമുക്ക് ജോലിക്ക് ആളില്ലയോ, പുട്ട വിസ, H1 വിസ പോലെ തന്നെ ലോൺ മോവർ വിസയോ ഫ്രൂട്ട് പിക്കിംഗ് വിസയോ എന്താ വിസ വെച്ച് നമുക്ക് നടക്കാം. എന്നിട്ട് ആളില്ലെങ്കിൽ ദാറ്റ് ഇസ് ഹൗ യു ഷുഡ് ഡു ഇറ്റ്. യു പുട്ട് ദ വിസാസ് ഓപ്പൺ. പണ്ട് നേഴ്സുമാരില്ലാത്തപ്പോൾ അങ്ങനല്ലേ നമ്മുടെ ആൾക്കാർ, നേഴ്സുമാരും ഡോക്ടേഴ്സും ആയിട്ടല്ലേ നമ്മുടെ മലയാളികൾ ഇവിടെ 60s and 70s എത്തിയത് അങ്ങനാണല്ലോ. അല്ലാതെ നമ്മൾ ഇവിടെ നുഴഞ്ഞു കയറി വന്നവരല്ലോ. ഇന്ന് നമ്മൾ 800,000 നുഴഞ്ഞു കയറി വന്നവന്മാരുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ലോ. അവരെ ഇത്രയും നാളും പിടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇതൊരുമാതിരി ഞാൻ പണ്ട് ഒരാളെ കൊന്നിട്ടുണ്ട്, ആരും അറിഞ്ഞില്ല, ഞാൻ ഇവിടെ ഒളിച്ച് പാത്തിരിക്കുക. പക്ഷെ 30 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞു ഇവൻ ഒരു കൊലയാളിയാണ്, എന്നെ പിടിക്കണ്ടേ, പണ്ട് ഒരാളെ കൊന്നിട്ട് ഞാൻ വന്നതാണ്. അതുപോലെ ഉള്ളൂ. സോ എവറിബഡി ന്യൂ ഇറ്റ്, എല്ലാവരും കണ്ണടച്ചു. എന്താണേലും അവിടെ മിനിസോട്ടയില് അതിന്റെ ഐസിന്റെ തലവനെ എന്നാണേലും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള നടപടി തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ളത്. എന്നാണേലും 2026 എന്താ നടക്കണേന്ന് നമുക്ക് വാച്ച് ചെയ്യാം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളൊരു പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.